ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യാനുള്ളത് ഇപ്പം ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. നാളത്തേക്ക് മാറ്റി വെച്ചു. നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു കാര്യവും ശ്രദ്ധിക്കില്ല അല്ലേ. പഠിച്ച് നാളത്തേക്കുള്ളൊന്നും ശ്രദ്ധിക്കില്ല, നാളത്തെ ഒന്നും ചെയ്യില്ല, ബാഗ് എടുത്ത് വെച്ചില്ല, ബുക്ക് എടുത്ത് വെച്ചില്ല, ഒന്നും ചെയ്യാൻ നമ്മൾ കിടന്നുറങ്ങിയ രാവിലെ ആകുമ്പോൾ എന്ത് പറ്റും? നേരത്തെ സാർ പറഞ്ഞ പോലെ സജ്ജ സാർ പറഞ്ഞാൽ നമ്മൾ എന്തായിട്ട് മാറും? ഭദ്രകാളികളായിട്ട് മാറും. അപ്പം അമ്മ ഒരു വഴിക്ക് ചീത്ത പറയും, അച്ഛൻ വേറൊരു വഴിക്ക് ചീത്ത പറയും, രണ്ടുപേരും കൂടെ നമ്മൾ ചീത്ത പറയും അല്ലേ. പക്ഷേ നമ്മൾ തലേ ദിവസം ഇതെല്ലാം ചെയ്ത് വെച്ചിരുന്നെങ്കിലോ, ബാഗിനകത്ത് ബുക്കെല്ലാം എടുത്ത് വെച്ച് ഷൂ എല്ലാം കറക്റ്റ് ഒരു സ്ഥലത്ത് വെച്ച് സോക്സ് എടുത്തുകൊണ്ട് വെച്ച് ID കാർഡ് എടുത്തെടുത്ത് തൂക്കി ടൈ എടുത്തുകൊണ്ട് അവിടെ വെച്ച് എല്ലാം നമ്മുടെ കണ്ടുപെട്ടത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ഇതെല്ലാം ഇട്ട് നല്ല മിടുക്കി പിള്ളേരായിട്ട് അല്ലെങ്കിൽ മിടുക്കന്മാരായിട്ട് അമ്മയുടെ അടുത്ത് നിന്ന് കാപ്പി പിടിച്ച് വരാൻ പറ്റും അല്ലേ. അപ്പം അതുകൊണ്ടാണ് പറയണത് സമയം നമുക്ക് വേണ്ടി ആർക്കെങ്കിലും വേണ്ടി സമയം കാത്തിരിക്കുമോ? ശിവാനി ഇന്നലെ 2 മണിക്കൂർ ഉറങ്ങിപ്പോയി, ആ 2 മണിക്കൂറോടെ ഒന്ന് കൊടുക്കാമെന്ന് ദൈവം വിചാരിക്കുമോ? അത് സമയം മാത്രമാണ് ദൈവം നമുക്ക് തരാത്തത്. സ്വാമി പറയണത് നിങ്ങളുടെ സമയം കറക്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം എന്നാണ് പറയണത്. ഇന്നത്തെ സമയം നാളെ കിട്ടൂല. ഇപ്പം നമ്മൾ പരീക്ഷയ്ക്കൊക്കെ പണ്ട് പിള്ളേർ കലാൻറ്റിക്കൊക്കെ അറിയാം, പിള്ളേർ പഠിക്കൂല, സമയത്ത് ഒന്നും പഠിക്കില്ല, പഠിക്കാതിരുന്നിട്ട് ഇന്ന് പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ 60 മാർക്ക് 70 മാർക്ക്. അപ്പോൾ അവർ വിചാരിക്കും, ദൈവമേ ഞാൻ പഠിക്കാതെ എനിക്ക് 60 കിട്ടി, അപ്പോൾ ഞാൻ പഠിച്ചെങ്കിലോ, ഇനി ഞാൻ വീണ്ടും ആ 6 മാസം എനിക്ക് കിട്ടിയെങ്കിൽ ഞാൻ ഒന്നുകൂടെ നന്നായിട്ട് പഠിച്ചേനായിരുന്നു. പരീക്ഷയുടെ തലേദിവസം എല്ലാവരും പറയണതാണ്, 6 മാസം എനിക്ക് കിട്ടിയിരുന്നു, ഞാൻ ഇപ്പം നന്നായിട്ട് പഠിച്ചു. വീണ്ടും 6 മാസം കൊടുത്താൽ എന്ത് പറ്റും? ഇതേ ഗതിയായിരിക്കും, പഠിക്കില്ല. പക്ഷേ ഇന്നത്തെ പിള്ളേരൊന്നും അങ്ങനെയല്ല. ഇന്നത്തെ പിള്ളേരെല്ലാം കറക്റ്റായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നവരാണ്. കാരണം എന്തുകൊണ്ടാണ്? പണ്ടിങ്ങനെ ഉഴപ്പി നടന്ന് അങ്ങനെ ഇങ്ങനെ നടന്ന അച്ഛനമ്മമാരാണ് എല്ലാവരും. അപ്പോൾ അവർക്കറിയാം പിള്ളേരെ അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ രക്ഷയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം ഇങ്ങനെ പിടിക്കും. അപ്പം നിങ്ങൾക്ക് ദേഷ്യം വരരുത് കേട്ടോ. അപ്പം നമ്മുടെ സമയം നമ്മൾ കളയാൻ പാടില്ല. നമ്മുടെ സമയം നാളെ എന്ന് പറഞ്ഞ് നീട്ടി വയ്ക്കാൻ പാടില്ല. ഒരിക്കൽ പാണ്ഡവരെല്ലാം രാജ്യഭരണമൊക്കെ യുദ്ധമൊക്കെ കഴിഞ്ഞു. പാണ്ഡവർ നയിച്ചോ? പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പേരെന്താണ്? അതൊന്നും അറിയാമെന്ന്. എന്താണ് ആ യുദ്ധത്തിൻ്റെ പേര്? കുരുക്ഷേത്ര യുദ്ധം. വെരി ഗുഡ്. കുരുക്ഷേത്ര യുദ്ധമാണ് പാണ്ഡവരും കൗരവരും. ആ കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് പാണ്ഡവർക്ക് രാജ്യമൊക്കെ കിട്ടി. പാണ്ഡവരിങ്ങനെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എല്ലാവരും ഉണ്ട്. ആ സമയത്ത് ഒരു വൃദ്ധനായ ഒരാൾ ഓടി വന്നിട്ട് പറയും, എൻ്റെ മോളുടെ മാരേജ് മോളുടെ കല്യാണം അടുത്ത ആഴ്ചയാണ്, അപ്പം എന്തെങ്കിലും എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പം ധർമ്മപുത്രൻ ഒന്നും ആലോചിക്കാൻ പെട്ടെന്ന് നാളെ വാന്ന് പറഞ്ഞു. അപ്പം എന്തോ അവിടെ ഇത് നടക്കുകയാണ്. അപ്പം പറഞ്ഞു നാളെ വാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പം ഭീമസേനൻ എണീറ്റ് കൈകൊട്ടിച്ചിരിക്കുകയാണ്. അപ്പം എന്താ ചിരിച്ചതെന്ന് അപ്പം മനസ്സിലാവണ്ട എന്ത് ചെയ്യും. അപ്പം പറയും, അല്ല ഇന്ന് വന്ന് ചോദിച്ച ആടുത്ത് ജ്യേഷ്ഠൻ നാളെ വരാൻ പറഞ്ഞു. ചേട്ടൻ നാളെ വരെ ചെയ്യും. നമുക്കിപ്പോൾ ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ നമ്മൾ നാളെ ഉണ്ടാകുമെന്ന്? ആർക്കും പറയാൻ പറ്റൂല അല്ലേ. നമുക്ക് നാളെ എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി നമുക്ക് ആലോചിക്കാൻ പറ്റും. ഫ്യൂച്ചർ നമുക്കറിയില്ല. അപ്പം ഈ ധർമ്മപുത്രർ ഇങ്ങനെ പറഞ്ഞപ്പം ഭീമസേനൻ കളിയാക്കി ചിരിച്ചതുകൊണ്ടാണ്. എന്താണ്? നാളെ വരെ ജ്യേഷ്ഠൻ ജീവിച്ചിരിക്കുമെന്ന് ചേട്ടന് കോൺഫിഡൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, കോൺഫിഡൻസ് വേണം, മെൻ്റൽ കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് ധർമ്മപുത്രർക്ക് കൂടുതലായിരുന്നു. അതുകൊണ്ട് പറഞ്ഞ് നാളെ വരെ. അപ്പോൾ അതിനാണ് ധർമ്മപുത്രർ കളിയാക്കി ചിരിച്ചത്. കൈകൊട്ടി ചിരി സന്തോഷവും കളിയാക്കലും കൂടെയാണ്. കാരണം ചേട്ടൻ നാളെ വരെ ഉണ്ടാകുന്ന ചേട്ടന് കോൺഫിഡൻസ് ഉണ്ട്, അതിന് കൈയടിച്ച്. പിന്നെ ചേട്ടൻ ഈ വണ്ടത്തരം നാളെ ഉണ്ടാവും എന്ന് നമുക്കറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ധർമ്മപുത്രർ കൈകൊട്ടി ചിരിച്ചത്. അപ്പം നമ്മളും എന്തെങ്കിലും കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റി വയ്ക്കുമ്പം ധർമ്മപുത്രരെ ഭീമസേനെയൊക്കെ ആലോചിക്കണം. എൻ്റെ സമയം നീണ്ടു പോണ്. എനിക്ക് 12:45 വരെയാണ് എനിക്ക് സമയം തന്നത്. ഇപ്പം നമ്മൾ 5 മേഖല പഠിച്ചു ഇല്ലേ? ഏതൊക്കെയാണ്? 5 മേഖല ആര് പറയും? പറയാമോ ശിവാനിക്ക്? പറഞ്ഞേ. അറിവ്, ടൈം. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ആര് പറയും? പറയാമോ? ഭക്ഷണം, പണം, എനർജി, അറിവ്, ടൈം. 5 എണ്ണം. അപ്പം മിടുക്കരാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ക്ലാസ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു എന്നും
നിങ്ങൾ വളരെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇവർ മുഖത്തോട് നോക്കണം. മനസ്സിലായോ മക്കളെ? അഞ്ച് മേഖലകൾ മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയമില്ല. നിർത്തട്ടെ ഞാൻ. അപ്പം എൻ്റെ ക്ലാസ് ഇത്ര വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചിരുന്ന എല്ലാ മക്കൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആൻറ്റി വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്ത് തന്ന പാപ്പനംകോട് സമിതിയിലെ കൺവീനർ, സ്പിരിച്വൽ കോർഡിനേറ്റർ, സർവീസ് കോർഡിനേറ്റർ എല്ലാവർക്കും പിന്നെ ഇവിടെ കേട്ടോണ്ടിരുന്ന എല്ലാ പാരൻസ്, ഗുരൂസ്, കലച്ചേച്ചി എല്ലാവർക്കും ഒരിക്കൽ കൂടി സാറ്, ഗീത എല്ലാവരെയും പ്രത്യേകം എനിക്ക് പേരറിയാത്ത എൻ്റെ സഹോദരിമാർ എല്ലാവർക്കും അരുൺ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി സായിരാം പറയുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എനിക്കിങ്ങനെ ക്ലാസ് അറേഞ്ച് ചെയ്ത് തന്ന പാപ്പനംകോട് സമിതിക്ക് കൂടുതൽ ഇതിലോട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ശരി, സായിരാം. സായിരാം. നമുക്ക് ഇത്രയും നല്ലൊരു ക്ലാസ് ഈ സീലിംഗ് ഓൺ ഡിസീസിനെ കുറിച്ച് എടുത്ത ശ്രീദേവി ടീച്ചറിന് എല്ലാവരും ഉറച്ചൊരു താങ്ക് യു പറഞ്ഞേ. അപ്പോൾ നമുക്ക് ആത്മവിശ്വാസം കിട്ടി, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നമുക്കുണ്ടായി, ലീഡറായി. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ആഗ്രഹങ്ങൾക്ക് പരിധി കൽപ്പിക്കാനാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, മലയോളം ആഗ്രഹിച്ചാലേ കുന്നോളം കിട്ടുള്ളൂ, കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നി ഗുരുവേ കിട്ടുള്ളൂ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ സ്വാമി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആഗ്രഹം ആവാം, പക്ഷെ എന്ത് വേണം? എല്ലാവർക്കും ആഗ്രഹങ്ങളാവാം, പക്ഷെ എന്ത് വേണം? അർഹത വേണം. ഡിസയേഴ്സ് ആവാം, പക്ഷേ നിങ്ങളത് ഡിസർവ് ചെയ്യണം. അപ്പം നമ്മുടെ അർഹതയ്ക്കുള്ള ആഗ്രഹമാണോ നമ്മൾക്ക് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര തന്നെ ടീച്ചർ ക്ലാസ് എടുത്ത പോലെ നമ്മളത് ആ ആഗ്രഹത്തിനെ നിയന്ത്രിക്കണം. അപ്പോൾ ഇനി നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാ മേഖലയും പേഴ്സണാലിറ്റിയെക്കുറിച്ച് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഇത്രയും ക്വാളിറ്റീസ് ഉള്ള ആൾക്ക് ഇനി എന്താണ് വേണ്ടത്? ക്രിയേറ്റിവിറ്റിയാണ് വേണ്ടത്, ആവിഷ്കരണം. ഇപ്പോൾ വിഷയാവിഷ്കരണമാണ് നമ്മുടെ അടുത്ത വിഷയം. അതെടുക്കാനായിട്ട് നമുക്കിന്നിവിടെ ചേർന്നിട്ടുള്ളത് വിക്ടറി സ്കൂളിലെ മുൻ മിസ്സസും ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് അംഗവും നമ്മുടെ ബാലവികാസ് ട്രെയിനറുമായിട്ടുള്ള ശ്രീകല ടീച്ചറാണ്. ടീച്ചറിനെ ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. സായിരാം. ഭഗവത് പാദങ്ങൾ നമിക്കുന്നു. ഒപ്പം ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും സായിരാം. നമസ്കാരം. സായിലുള്ള അല്ലാത്തവർ വിചാരിക്കില്ല എന്താണ് സായിരാമാണ്, അതാണ് നമസ്കാരമാണ് അല്ലേ? നമ്മൾ ആദ്യം ഒരാളെ കാണുമ്പോൾ എന്താണ് പറയുന്നത്? നമസ്കാരം അല്ലേ? അതായത് നമ്മളൊരു പരിചയപ്പെടൽ. എൻ്റെ പേര് പറഞ്ഞു, ഞാൻ ഒരു ടീച്ചറായിരുന്നു എന്ന് പറഞ്ഞു. എനിക്കറിയാം, ലാസ്റ്റ് പീരീഡ് അത് മാത്സ് ടീച്ചറാണ്. ഞങ്ങളെ ഗതികേടിനെ കുറിച്ച് നമ്മളെപ്പോഴും അടുത്ത ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോഴേ പറയും ലാസ്റ്റ് പീരീഡ് മാത്സ് ഇടല്ലേ. ഒന്നാമത് ചിലർക്ക് ഇഷ്ടപ്പെട്ട് ചിലർക്ക് ഇഷ്ടമില്ലാത്ത വിഷയമാണ്. പഠിക്കാൻ എളുപ്പമാണ് എന്നാൽ അത്ര കണ്ട് പ്രയാസമാണ്. അപ്പോൾ ഞങ്ങൾ പറയും ലാസ്റ്റ് പീരീഡ് ഇടല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആർക്കെങ്കിലും വിശപ്പെട്ടോ? ഇല്ല. വിഷയ ആവിഷ്കരണം എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാണ് ഇതെന്തോ ഒരു സബ്ജക്റ്റ് എന്ന്. അതായത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഡാൻസ് തന്നെ പല ഐറ്റങ്ങളുണ്ട്. എന്തൊക്കെ ഡാൻസ്? എന്തൊക്കെ ഡാൻസ് ഉണ്ട് കേട്ടിട്ടുണ്ട്? നാടോടി നൃത്തം, തുംതുമ്മനെ അല്ലേ, ഭരതനാട്യം, പിന്നെ എന്തൊക്കെ കാറ്റകളി, മോഹിനിയ, പല വെറൈറ്റി. അതുപോലെ തന്നെ വേറൊരു തരം ഒരു സബ്ജക്റ്റ്, ഒരു വിഷയം നമ്മളെ കയ്യിൽ കിട്ടിയാൽ നമ്മളത് എങ്ങനെ അവതരിപ്പിക്കും? ശ്രദ്ധിക്കുക. ആദ്യം നമുക്കതിനെ കവിതാരൂപത്തിൽ ചെയ്യാം. നമ്പർ 1 ഏതാണ്? കവിതാരൂപത്തിൽ. നമ്പർ 1 കവിതാ രൂപത്തിൽ. നമ്പർ 2
കഥാരൂപത്തിൽ. എങ്ങനെ? കഥയിലൂടെ. എങ്ങനെ? കഥയിലൂടെ. നമ്പർ 3 ഉപന്യാസ രൂപത്തിൽ. ഏതിൽ? ഉപന്യാസ രൂപത്തിൽ. നമ്പർ 4 ചിത്രരചനയിലൂടെ, പടം വരച്ച് അറിയാമല്ലോ, ഡ്രോയിങ്ങിലൂടെ. അടുത്ത എത്രാമത്തെ നമ്പറാണ് ഞാൻ പറയാൻ പോകുന്നത്? 5. മിടുക്കൻ. അടുത്ത് 5ാമത്തെ രീതി എന്താണെന്നോ? ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? ഇനി അടുത്ത് എന്തായിരിക്കും? ഇല്ല, ഒന്നും തോന്നിയില്ല. നാടക രീതിയിൽ റോൾ പ്ലേ കേട്ടിട്ടില്ലേ? അപ്പം എന്തൊക്കെ രീതിയിൽ നമുക്ക് ആവിഷ്കരിക്കാം? ഷോർട്ടായിട്ട് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇനി ഒരു അവസരം വന്നാൽ ഗ്രൂപ്പ് തിരിച്ച് കവിത ചെയ്യാൻ പറ്റുന്നവരെ കൊണ്ട് കവിത എഴുതിക്കാം, കഥ എഴുതാൻ പറ്റുന്നവർക്ക് കഥ എഴുതാം. പിന്നെ ഒരു ഐറ്റം കൂടെ ഉണ്ട്, പ്രസംഗം. എന്ത്? പ്രസംഗം. അറിയാമല്ലോ. അപ്പം ഷോർട്ടായിട്ട് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഒരു വിഷയം പറയുന്നു, മാതൃദേവോ ഭവ. എന്താണ് വിഷയം? മാതൃദേവോ ഭവ. അതിനെ ആദ്യം ഏത് രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാം? കവിതയുടെ രീതിയിൽ. നമ്മൾ ചിന്തിക്കണം, കവിത എഴുതാൻ കഴിവുള്ള ഒരുപാട് പേരുണ്ട് ഇല്ലേ? നിമിഷ കവികളാണ് കവയത്രികൾ. ഞാൻ അതിശയം, ചിലപ്പോൾ ചിലർ വന്നിരിക്കുമ്പോൾ പടപടപടാന്ന് ആ പരിസരം കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് എഴുതും. അപ്പോൾ ഈ കവിത എഴുതുമ്പോൾ ഫസ്റ്റ് അക്ഷരത്തെറ്റ് പാടില്ല. അതിപ്പോൾ ഇപ്പോഴത്തെ ആളുകൾക്ക് അത് ഒരുപാട് കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. എന്ത് പാടില്ല? സാഹിത്യം നമ്മൾ ശ്രദ്ധിക്കണം. സാഹിത്യം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. പിന്നെ കവിതയാകുമ്പോൾ എങ്ങനെ നീട്ടി എഴുതിക്കൊണ്ടാണ് പോകുന്നത്? പിന്നെയോ വരി വരിയായിട്ട് അല്ലേ? ഇത്ര വരികളായിട്ട്, 2 വരി, 2, 3, 4, 5 ചെറുതായാലും അല്ലേ? പിന്നെ എന്ത് വേണം? ചെറുതായിട്ട് എഴുതിയാൽ മതി. ഒരുപാട് എഴുതിയാൽ കാണുമ്പോഴേ നമുക്ക് ഇതെന്ന് തോന്നുന്നു. ചിലർ വായിക്കുന്ന കേട്ടിട്ടുണ്ടോ കവിത? നമ്മൾ ഓരോ ഉറക്കം കഴിയും. മറ്റൊന്നുണ്ടോ? കുറച്ച്. ഇപ്പം എന്താണോ വിഷയം ആ വിഷയം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കവിത എഴുതാം. അപ്പം നമുക്ക് ഇപ്പം സമയമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? വീട്ടിൽ ചെന്ന് ആലോചിച്ചൊരു കവിത എഴുതി കൊണ്ട് കൊടുക്കണം. അടുത്ത ആഴ്ച കൊടുക്കോ? അമ്മ എൻ്റെ അമ്മ അറിയാമല്ലോ, നമ്മൾ ബാലവികാസിൽ പാടുന്നില്ലേ? അതുപോലെ അമ്മയുടെ പ്രാധാന്യം ഉൾക്കൊണ്ട്, അല്ലെങ്കിൽ മാതാവിൻ്റെ അർത്ഥം മനസ്സിൽ കണ്ടുകൊണ്ട് അമ്മ എങ്ങനെയാണ് പരിചരിക്കുന്നത്, അമ്മ എങ്ങനെയാണ് സാക്രിഫൈസ്, ത്യാഗങ്ങൾ സഹിക്കുന്നത്, അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് എന്തു ചെയ്യാം? ആക്കൊക്കെ എഴുതാൻ പറ്റും. ഇടയ്ക്ക് മോളെഴുതണേ. പിന്നെ അടുത്തത് ഏതാണെന്ന് പറഞ്ഞു? കഥ. എല്ലാവരും പിടിച്ചു കെട്ടാൻ പറ്റിയ ഒരു ഐറ്റമാണ് കഥ. ശരിയല്ലേ? ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളൊക്കെ പണ്ട് മക്കളെയൊക്കെ ഓർക്കുമ്പോൾ കഥ പറഞ്ഞ് ഉറക്കും. ഇപ്പോഴതൊന്നുമില്ല. ഇപ്പോഴൊക്കെ അടിച്ചടിച്ച് കണ്ടുകൊണ്ടാണ് പിള്ളേർ ഉറങ്ങുന്നത്. ശരിയല്ലേ? പണ്ടങ്ങനെയല്ല. പൂമ്പാറ്റയുടെ, പിന്നെ അമ്പിളിയമ്മ, കുറേ കൊച്ചു ബുക്കുകളുണ്ട്. അതിലെ കഥ പറഞ്ഞു കൊടുത്താണ് ഉറക്കുന്നത്. കഥ എന്ന് പറയുന്നത് ഉറങ്ങാൻ കിടന്നാലും ഉണർന്നിരിക്കാനും, മനസ്സിൽ വിഷമമുണ്ടെങ്കിലും മനസ്സിൽ സന്തോഷമുണ്ടെങ്കിലും എപ്പോഴും കേൾക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള, എല്ലാവരെയും സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നാണ് കഥ. അപ്പം നമ്മൾ ചിന്തിക്കണം, വിഷയം മാതൃദേവോ ഭവ. അമ്മയുടെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഒരവസരം, ഒരു സംഭവം നമ്മൾ സൃഷ്ടിച്ച് എന്ത് ചെയ്യാം? നമുക്കൊരു കഥ എഴുതാം. ആരെഴുതും? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞു
എഴുതിക്കൊണ്ട് കൊടുക്കണേ, ഞാൻ ചോദിക്കും. സൈറാം. പിന്നെ കഥ പറയുന്നത് എങ്ങനെ ആയിരിക്കണമെന്നും കൂടെ ഞാൻ പറയാം. ഞാൻ ഒരു കഥ പറയാൻ പോവേണേ, എല്ലാവരും ഒന്ന് കേട്ടോളണേ. ആരെങ്കിലും കേൾക്കോ? കേൾക്കോ? ഇല്ല. എന്ത് ചെയ്യണം? അല്ല, എനർജി പറഞ്ഞില്ലേ, നമ്മൾ എനർജിയൊക്കെ വച്ച് എല്ലാ വിശന്ന് ഉറങ്ങിയിരുന്നാലും ഒരു 2 പേര്. ജാഡില്യൻ എന്നൊരു കുട്ടിക്ക് പണ്ടത്തെ കാലത്ത് വനത്തിൽ കൂടിയാണ് ഗുരുവിൻ്റെ അടുത്ത് പഠിക്കാൻ പോകേണ്ടത്. ആർക്ക് 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 ഏത് കുട്ടിക്ക്? ജാഡില്യൻ എന്ന ഒരു കുട്ടി. എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്? എങ്ങനെയാണ്? വനത്തിൽ കൂടെ. അന്ന് പള്ളിക്കൂടം ഉണ്ടോ? നടയിൽ വണ്ടി വന്നാലേ കയറുള്ളൂ? അങ്ങനെയൊന്നുമില്ല. ഗുരുവിൻ്റെ വീട്ടിൽ പോകണം, ഗുരു പറയുന്ന എല്ലാം അനുസരിക്കണം, അല്ലേ? അങ്ങനെയാണ്. വനത്തിൽ കൂടിയാണ് പോവേണ്ടത്. പാവം കുട്ടിക്കാണെങ്കിൽ അങ്ങോട്ട് കയറുമ്പോൾ ഭയങ്കര ഭയം, പേടി. ഒരു ചെറിയ എന്തെങ്കിലും ഒരു കല്ല് വന്ന് വീണത്ത് കിടുങ്ങും, അത്ര പേടി. എന്നും ആ കുഞ്ഞു വന്ന് അമ്മയോട് പറയും, അമ്മേ അമ്മേ എനിക്ക് ഭയങ്കര ഭയമാണ് അമ്മേ, എനിക്ക് വനത്തിൽ കൂടി പോവാൻ വിഷമം തോന്നുന്നു. അപ്പം അമ്മ പറയും, മകൻ എന്തിനു വിഷമിക്കണം? ചേട്ടനുണ്ടല്ലോ, ചേട്ടനെ ഒന്ന് വിളിക്കൂ, മുരളീധരാന്ന് നീട്ടി വിളിച്ചാൽ മതി എന്ന് പറയും. ആരാണ് വിളിക്കാൻ പറഞ്ഞേ? ആരാണ് വിളിക്കാൻ പറഞ്ഞേ? വിശപ്പടിച്ചു തുടങ്ങി. ആരാണ് വിളിക്കാൻ പറഞ്ഞത്? അമ്മ. ശബ്ദമില്ലേ? വെള്ളം വേണോ? അമ്മ ആരോടാണ് പറഞ്ഞത്? ആരോടാണ് പറഞ്ഞത്? മോനോട്. ആരെ വിളിക്കാനാണ് പറഞ്ഞത്? ചേട്ടനെ. ചേട്ടൻ്റെ പേരെന്താണ്? മുരളീധരൻ. കുറച്ച് പറഞ്ഞേ. പിറ്റേ ദിവസം വനത്തിൽ കൂടി ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു സൗണ്ട് കേട്ട് പേടിച്ചു. ചേട്ടാ! ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉറക്കി വിളിച്ചു. മധുസൂദനാ! ഞെട്ടിപ്പ് കടക്കെ. ഇതാ എത്തിക്കഴിഞ്ഞു. ആര്? ചേട്ടൻ വന്നു, കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ചു, സ്കൂളിൽ കൊണ്ടുപോയി. അപ്പോൾ ഈ കഥ മുഴുവൻ പറയാതെ എനിക്ക് സമയമില്ല. അപ്പോൾ കഥ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇച്ചിരി ഭാവത്തോടെ എല്ലാവരും ഇങ്ങോട്ട് കേൾക്കാനുള്ള എല്ലാവരും മനസ്സിങ്ങോട്ട് പിടിച്ചെടുത്തക്ക രീതിയിൽ ഉച്ചാരണ ശുദ്ധിയോടെ, കുയിന്നല്ല പറയേണ്ടത്, ഉച്ചാരണ ശുദ്ധിയോടെ, നല്ല ഗുണ്ടുഗുണ്ടെന്ന് പറയില്ലേ, വെടിവെച്ച പോലെ, വെടി ഒച്ച പോലെ, ഠുംഠുമ്മനെ, അങ്ങനത്തെ ശബ്ദത്തിലായിരിക്കണം. കീറി വിളിക്കാനല്ല പറഞ്ഞേ, അങ്ങനെ ആയിരിക്കണം എന്ത് പറയേണ്ടത്? കഥ പറയണം. പിന്നെ കഥ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കഥയ്ക്ക് എന്ത് വേണം? ഒരു തലക്കെട്ട്, അല്ലേ? ഹെഡിങ് വേണം, വേണ്ടേ? ഹെഡിങ് ഉണ്ടായിരിക്കണം. പിന്നെ അവസാനം നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, ഞാനിപ്പോൾ പറഞ്ഞ കഥയിലെ ഗുണപാഠം എന്തെന്നാൽ എന്നൊക്കെ പറയില്ലേ, മോറൽ ഓഫ് ദി സ്റ്റോറി പറയില്ലേ, അതുപോലെ ഇവിടെ നമ്മൾ പറഞ്ഞ മാതൃദേവോ ഭവ ആയതുകൊണ്ട് അപ്പം എന്ത് പറയാം? ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ലോകത്തിലെ ഏറ്റവും മഹത്വം ആർക്കാണ്? അമ്മയ്ക്കാണ്. മാതൃദേവോ ഭവ എന്നെഴുതി നല്ല കൊട്ടേഷനും അടിയിലൊക്കെ വരയ്ക്കണം. അതാണ് ഒരു കഥ. ഇതെന്തിനാണ് പറയുന്നതെന്നോ, നിങ്ങൾ സ്കൂളിലൊക്കെ പല പ്രോഗ്രാമിനൊക്കെ ചേരൂലേ, അപ്പോഴാണ് കഥ എല്ലാത്തിലും അങ്ങ് ചാടി കയറണം. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സിലൊക്കെ കയറിയ കഴിഞ്ഞാൽ എവിടെ മൈക്ക് കിട്ടിയാലും 2 വാക്കങ്ങ് തട്ടണം. അവിടെ നമ്മളെ ബ്രീത്തിന്, നമ്മൾ ശ്വാസത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരണമെങ്കിൽ, ഇപ്പം ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ ശ്വാസം ഉള്ളിൽ നിന്ന് വലിച്ച് 2 പ്രാവശ്യം ശ്വാസം വിടുക.
അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. സ്മൂത്തായിട്ട് തട്ടാം. ഓക്കെ ഓക്കെ, ശബ്ദം ഇല്ല. ഓക്കെ, ആ ഉഷാറായിട്ട്. മക്കളെ ഉറക്കം പറഞ്ഞാടാ, ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നു. അപ്പം അടുത്ത ഐറ്റം. അപ്പോൾ കഥയ്ക്ക് എന്ത് വേണം? കവിതയ്ക്കും പേര് വേണം. ഞാൻ അത് പറയാൻ വിട്ടുപോയി തോന്നുന്നു. കവിതയ്ക്കൊരു പേര് വേണം, കഥയ്ക്കൊരു പേര് വേണം. പിന്നെ ഒരു ഉപന്യാസം പേജ് കണക്കിൽ എഴുതി തട്ടാം, അല്ലേ അല്ലേ? ഇഷ്ടം മാതിരി എഴുതാം, എന്ത് വേണോ കൂട്ടിച്ചേർത്ത്. അവിടെയും അക്ഷരത്തെറ്റ്, നമ്മുടെ സാഹിത്യം, ലൈനുകളൊക്കെ നല്ല എന്നുവെച്ചാൽ എഴുതുമ്പോഴേ കാക്രപൂക്രാന്നൊന്നും എഴുതാതെ നല്ല നീറ്റായിട്ട് എഴുതണം. പിന്നെയോ സാഹിത്യം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ അത് പറയണത്, എഴുതുന്ന ഉരുട്ടി എഴുതുന്ന മാത്രമല്ല, ആ വാചകത്തിന് സെൻറ്റൻസിൻ്റെ ഭംഗി, ലൈൻ ചേർത്തെഴുതില്ലേ. ഞാൻ നടക്കാൻ പോയി, അതിപ്പം ഞാൻ നടക്കാൻ പോയി എന്നുള്ള ഒറ്റ ഇതിലെഴുതൂലേ, അതുപോലെ നല്ല ഇതായിട്ട് നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്യാം, ഓരോ സെൻറ്റൻസും എഴുതാം. പിന്നെ ഉള്ളത് ചിത്രരചന, പടത്തിലൂടെ. അപ്പോൾ ഉപന്യാസം ആരെഴുതും? പെട്ടെന്ന് ആരെങ്കിലും ഒരാളാവുമല്ലോ, ഒരാളെ എഴുതി കൊണ്ടുവരണം കേട്ടോ. നമ്മൾ പണ്ട് ക്ലാസ് എടുക്കുമ്പോൾ വട്ടത്തിലിരുത്തി ഗ്രൂപ്പായിട്ട് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. നമുക്ക് കുറച്ച് സമയം ഉണ്ടെങ്കിലേ അത് ചെയ്യാനും പറ്റുള്ളൂ. പിന്നെ ചിത്രരചനയാകുമ്പോൾ, പടം വരയ്ക്കലാകുമ്പോൾ നമുക്ക് തരുന്ന ഷീറ്റ്, അതിൻ്റെ ആദ്യത്തെ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് അത് വരയ്ക്കണം എന്ന് വെച്ചാൽ ചുമ്മാ അല്ല, ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്ത് അമ്മയും ഒരു കുഞ്ഞും കൂടെ ആയിട്ട് നിൽക്കണതും ശരിയല്ലേ. അമ്മ അല്ലെങ്കിൽ കുഞ്ഞ് വീഴുമ്പോൾ അമ്മ പതുക്കെ പിടിച്ചിളക്കണതും, അത് വേറൊരു ഇതിൽ കുഞ്ഞിനെ തടവി കൊടുക്കുന്നത്, അങ്ങനെ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് എങ്ങനെ വേണോ വരയ്ക്കാം. നല്ല വരയ്ക്കുന്ന പിള്ളേരുണ്ടല്ലോ, വരച്ചോണ്ട്. അടുത്തത് പ്രസംഗം. പ്രസംഗത്തിന് ആദ്യം നമ്മൾ ആ വിഷയം കിട്ടി, മാതൃദേവോ ഭവ. 5 മിനിറ്റ് മനസ്സിൽ മനനം ചെയ്യണം. നമ്മൾ പ്രസംഗ മത്സരത്തിനൊക്കെ ചേരുമല്ലോ, സബ്ജക്റ്റ് കിട്ടിയാൽ നമ്മൾ അതിനെക്കുറിച്ചൊരു മത്സരങ്ങൾക്ക് പോയിട്ടില്ലേ പിള്ളേർ? നിങ്ങൾ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യം വിഷയം തന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞുതരാൻ അമ്മ അച്ഛന സാറുമാരും കാണില്ല, നമ്മൾ സ്വയമാണ് പഠിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ പറയണേ, അവിടെ ഏതൊക്കെ പോയിൻറ്റ്സ്, വാല്യൂ പോയിൻറ്റ്സ് എന്തൊക്കെ കൂട്ടുക, ഏതൊക്കെ ചേർക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കണം. 5 മിനിറ്റ്സ് എങ്കിൽ 5 മിനിറ്റ്സേ തരുള്ളൂ. 5 മിനിറ്റിനകത്ത് പറഞ്ഞു തരണം. പറഞ്ഞു തീരുമ്പോൾ നമുക്ക് ഒരു ആത്മവിശ്വാസം വേണം, ഞാൻ നല്ലപോലെ പറഞ്ഞു എന്ന്. അങ്ങനെ ആത്മവിശ്വാസം വേണമെങ്കിൽ എന്തൊക്കെ വേണം? നല്ല തൻ്റെ ഇടത്തോടെ പറയാനുള്ള കഴിവുണ്ടായിരിക്കണം, അല്ലേ? നല്ല നിന്ന് സ്ട്രൈറ്റായിട്ട് പ്രസംഗത്തിന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്, അല്ലേ? നല്ല ഉച്ചത്തിൽ നല്ല ഭംഗിയായിട്ട് ഓരോ അക്ഷരവും സ്ഫുടമായിട്ട് അത് നല്ല സബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്ത് ആശയങ്ങളെല്ലാം ഉൾപ്പെടുത്തി മനോഹരമായിട്ടായിരിക്കണം പ്രസൻറ്റ് ചെയ്യണം. പ്രസംഗത്തിന് വലിയ ബുദ്ധിമുട്ടാണ്, കാരണം എല്ലാവർക്കും പറയാൻ പറ്റില്ല. ചിലരുണ്ട് പ്രസംഗിക്കാൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ടീച്ചേഴ്സിനെ വാച്ച് ചെയ്താലും മതി, അത് തെറ്റാണ് ഞാൻ പറയണതെങ്കിലും ചിലർ ഈ ആക്ഷൻ കാണിക്കും. ഞാൻ എപ്പോഴും എൻ്റെ മൈക്കിനെ എടുത്ത് പിടിച്ചു കൊടുക്കും. മൈക്ക് പിടിച്ചിട്ടേ ഞാൻ സംസാരിക്കുള്ളൂ. അതൊരു ശീലമായിപ്പോയി, മനസ്സിലായില്ലേ? ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. ചിലർ അങ്ങനെ ഓരോ നോക്കിയൊക്കെ. അപ്പോൾ നമ്മൾ സ്ട്രൈറ്റായിട്ട് നിന്ന് നല്ല ഭംഗിയായിട്ട് ഒരു പ്രസംഗം. എന്തിനെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്? എന്താണ് വിഷയം? മാതൃദേവോ ഭവ. മാതൃദേവോ ഭവ അല്ല, ഭവ. മാതൃദേവോ ഭവ. ഉച്ചാരണമാണ് അത്യാവശ്യം. ഇനിയുള്ള ഒരെണ്ണമാണ് റോൾ പ്ലേ. റോൾ പ്ലേ എന്ന് വെച്ചാൽ നാടകം. നാടകത്തിൽ വേഷം വേണം. ഇതിനെന്ത് വേണ്ട? വേഷം വേണ്ട. പക്ഷേ എന്ത് മതി? ആദ്യം
ഐറ്റം ഉണ്ടാക്കണ്ടേ? സംസാരം, ഭാഷണം, സംഭാഷണം വേണ്ടേ? അപ്പോൾ ഒരു 3-4 പേര് ചേർന്ന് മാതൃദേവോ ഭവ നമുക്കെങ്ങനെ എഴുതാം നോക്കാം. ആലോചിച്ച് നമ്മൾ ബാലവികാസത്തിലുള്ളത് തന്നെ ആലോചിച്ചിട്ട് എന്തു ചെയ്യാം? അവതരിപ്പിക്കാം. നീ ഒരു കാര്യം ചെയ്യ്, നീ അമ്മയാവും അല്ലേ? ഇനി നമുക്ക് ആ കഥ വരുന്നതിന് ഒരു സന്ദർഭം ക്രിയേറ്റ് ചെയ്യണം. വേണ്ടേ? വേണ്ടേ? സന്ദർഭം ഉണ്ടെങ്കിലല്ലേ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. എന്തായിരിക്കാം സന്ദർഭം എന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പം ഞാൻ നമ്മൾ പഠിക്കാനുള്ളതിലുള്ളൊരു ഇത് തന്നെ പറയാം. പാവം ഒരമ്മ വൈകുന്നേരം മഴയുള്ള സമയം സ്കൂളിൻ്റെ അടുത്ത് തണുത്ത് വിറച്ച് എന്ത് ചെയ്തിരിക്കുകയാണ്? റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. സ്കൂളിൽ ബെല്ലടിച്ചു. പിള്ളേരെ തകതക ഓടുകയാണ്. കുറേ കുട്ടികൾക്ക് എന്ത് വേണം? ക്രിക്കറ്റ് മാച്ചുണ്ട്, ചിലർക്ക് ഫുട്ബോളുണ്ട്, ചിലർക്ക് ട്യൂഷനുണ്ട്, ഇങ്ങനെ പല ഐറ്റം. അപ്പം ഈ അമ്മ എന്തു ചെയ്യാണ്? റോഡിൻ്റെ സൈഡിൽ നിന്ന് ഇത് നിങ്ങൾ കുറച്ചുകൂടി ചെയ്യണേ, ഷോർട്ടായിട്ട് പറയാണ്. റോഡിൻ്റെ സൈഡിൽ നിന്ന് ഓ, അപ്പം 2 പേര് വന്നു, മക്കളെ എന്നെ അപ്പുറത്തോട്ടാക്കോ, ഇങ്ങനെ വരച്ച് പറയാണ്. പാവം കിളവിക്ക് അത് തന്നെ നേരെ വാടാ, നമുക്ക് എവിടെ പോകണം? കളിക്കാൻ പോകണം, അല്ലെങ്കിൽ ട്യൂഷന് പോകണം, താമസിക്കാൻ പറ്റില്ല. ഇതൊക്കെ പറഞ്ഞും കൊണ്ട് എന്ത് ചെയ്തു? ഓരോരുത്തരും പാസ് ചെയ്തു. പക്ഷേ ആ സ്കൂളിലെ മിടുക്കനായിട്ടുള്ള കുട്ടി, അത് ക്രിക്കറ്റ് ക്യാപ്റ്റൻ, ആ പയ്യൻ കണ്ടപ്പോഴത്തേക്ക് അവൻ്റെ മനസ്സലിഞ്ഞു പോയി. പാവം അമ്മയുടെ സങ്കടം. അവൻ എന്തോ ചെയ്തു? അമ്മ വരണമെന്ന് പറഞ്ഞ് വിറച്ചിരുന്ന അമ്മ എന്തു ചെയ്തു? സൂക്ഷിച്ച് പിടിച്ച് റോഡ് പതുക്കെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് കൊണ്ടാക്കി. അപ്പം അവനെന്ത് മറ്റേ പിള്ളേർ ചോദിക്കും, എന്ത് പറ്റി? അവിടെ സമയം ഇങ്ങനെയൊക്കെ പല ആക്ഷനാണ്. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ മോഹനൻ എന്ന് പേരിട്ടോ കൊണ്ടപ്പുറത്തോട്ടാക്കി. അപ്പോൾ എല്ലാവരും ചോദിച്ചു, എടാ നിനക്ക് വേറെ ജോലിയില്ലേടാ? കിളവിത്തള്ളേ കൊണ്ടാക്കേ ജോലിയില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ മോൻ, ഞാൻ 1 മിനിറ്റ് ആലോചിച്ചു പോയി. ഞാൻ എന്താലോചിച്ചു? എന്താലോചിച്ചു? എൻ്റെ മനസ്സിൽ വന്ന വികാരം എന്താണ്? ആരെക്കുറിച്ചുള്ള സ്നേഹം? ആരെക്കുറിച്ചുള്ള? എൻ്റെ അമ്മയെക്കുറിച്ചുള്ള സ്നേഹം. എൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു പോയി ഒരു നിമിഷം. അയ്യോ പാവം എൻ്റെ അമ്മ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, ഹെൽപ്ലെസ്, ആരും സഹായത്തിനില്ലാതെ അമ്മ അങ്ങനെ നിന്നാൽ എന്ത് ചെയ്യും? ഒരു നിമിഷം എൻ്റെ ചിന്ത അതിലോട്ട് പോയി, എൻ്റെ അമ്മയോടുള്ള ആ സ്നേഹത്തിലോട്ട് പോയി. ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തു? ബാക്കി ഒന്നും എനിക്കവിടെ പ്രശ്നമില്ല, ഞാൻ ആ കാര്യം ചെയ്തു. അതെന്നിട്ട് പറഞ്ഞു, കൂട്ടുകാരെ നിങ്ങളും മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ പരമപ്രധാനമായ ഒരു ആളാണ് ആര്? അമ്മ. നമുക്ക് ജന്മം തന്ന് നമ്മളെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മയാണ് നമുക്ക് ഏറ്റവും വലുത്. മാതൃദേവോ ഭവ. അപ്പോൾ ഇത്രയും ഒരുവിധമെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അത്രയേ ഉള്ളൂ. കാരണം എനിക്കും അറിയാം നിങ്ങളെ സ്റ്റേജ് എപ്പോഴും അവർ മതിയാക്കും. ആഹാരം കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്യണം, അടുത്ത് വീണ്ടും ഇരിക്കേണ്ടി വരും, അതല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഇതായിട്ട് കേട്ടിരുന്നതിന് എല്ലാവർക്കും പ്രത്യേകം നന്ദി. എല്ലാവർക്കും ഇത്തിരിയെങ്കിലും മനസ്സിലായി തോന്നുന്നു. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് എടുക്കാം, ഇച്ചിരി സമയമൊക്കെ ഉണ്ടെങ്കിൽ. ഇതെല്ലാം പറഞ്ഞതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണം. എല്ലാവർക്കും സായിരാം. ഒപ്പം എന്നെ ഇവിടെ വിളിച്ചതിന് പ്രത്യേകം സായിരാം. സായിരാം. വിഷയാവിഷ്കരണം അഥവാ ക്രിയേറ്റിവിറ്റിയെക്കുറിച്ച് വളരെ നല്ലൊരു ക്ലാസ്സാണ് നമുക്ക് ശ്രീകല ടീച്ചർ തന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം അല്ലേ?
അപ്പോൾ നമുക്കിനി ലഞ്ച് ബ്രേക്കാണ്. എല്ലാവരും പെട്ടെന്ന് തന്നെ ആഹാരം കഴിച്ചിട്ട് ഒരു 10-20 മിനിറ്റിനകത്ത് അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സെഷനാണ്. അതിൻ്റെ ഫാക്കൽറ്റി വന്നു കഴിഞ്ഞു. നമുക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് കൂടാം. സായിരം. प्रेमस्वरूप साई गुरुनाथ, प्रेमस्वरूप साई गुरुनाथ, प्रेमस्वरूप साई गुरुनाथ, प्रेमस्वरूप साई गुरुनाथ, चिन्मय रूप करुणानिधे, चिन्मय रूप करुणानिधे, चिन्मय रूप करुणानिधे, चिन्मय रूप करुणानिधे. സായിരാം. എല്ലാവരും ആഹാരമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് അപ്പോൾ ക്ഷീണമൊക്കെ മാറിയില്ലേ? ഉറക്കം വരുന്നുണ്ടോ? അപ്പോൾ ഇനി ഉറക്കം വന്നാലും കുഴപ്പമില്ല, അതൊക്കെ മാറ്റാനായിട്ടുള്ള സെഷനാണ്. അൺലോക്കിംഗ് ദി പൊട്ടൻഷ്യൽ എന്നുള്ളതാണ് നമ്മുടെ സെഷൻ. അത് കൈകാര്യം ചെയ്യുന്നത് ശ്രീ സായി കിരണാണ്. നാഷണൽ ലീഡർഷിപ്പ് ട്രെയിനിങ് പുട്ടപ്പർത്തിയിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള തിരുവനന്തപുരത്തെ നമ്മുടെ സായി യൂത്താണ് സായി കിരൺ. വളരെ രസകരമായിട്ടുള്ള ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ സായി കിരണിനെ സ്വാഗതം ചെയ്യുന്നു. സായിരാം. ആഹാരം കഴിച്ചപ്പോൾ എല്ലാവർക്കും എനർജി കൂടിയിട്ടുണ്ട് എന്തായാലും. സായിരാം. സായിരം കേൾക്കാവോ? ക്ലിയർ ആണോ പറയുന്ന കാര്യങ്ങളൊക്കെ? ശരി. നമുക്ക് ഇപ്പോൾ 2 ഷീറ്റ്സ് വിരിച്ചിട്ടുണ്ടല്ലേ? എന്തിനാ ഷീറ്റ് വിരിക്കുന്നതിന് പറഞ്ഞോ? എന്നാ വാ. ശരി, വന്നിരിക്കും. വാ, എല്ലാവരും വരല്ലേ? നമുക്കെല്ലാവർക്കും ഷീറ്റ്സിലിരിക്കാം കേട്ടോ. എനിക്കിരിക്കണമെന്ന് തോന്നുമ്പോൾ ഞാനും തക്ക തന്നെ ഇരിക്കും, നിങ്ങളോട് തന്നെ. ഓക്കെ, ശരി. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ അടുത്തടുത്ത് എല്ലാവരും ഉണ്ടല്ലോ, ഉറപ്പാണ്? നേരത്തെ ഉണ്ടായിരുന്ന ആരെങ്കിലും ഇനി വരാനുണ്ടോ? ഉണ്ടോ? ഇനി ആരെങ്കിലും വരാനുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം, എത്ര മണിയായി? 1:45, ഏകദേശം 2 മണിയാവാൻ പോകുന്നില്ലേ? നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ഉറക്കം വരാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക്. എനിക്ക് മനസ്സിലായി, അത് അറിയാം. ആർക്കായാലും അത് വരും. അത് ആരുടെയും തെറ്റൊന്നുമല്ല. അതങ്ങനെ വന്നില്ലെങ്കിലാണ് പ്രശ്നം. ഉച്ച സമയത്ത് ഫുഡ് കഴിച്ചിട്ട് ഉറക്കം വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്ക് ആ ഒരു സിറ്റുവേഷൻ എനിക്കറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിക്ക് ജസ്റ്റ് ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈവയ്ക്കുക മതി കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഞാൻ വളരെ ഫ്രാങ്കായിട്ട് അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്. എന്തെങ്കിലും ഒന്ന് ബ്രേക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈവയ്ക്കിയാൽ മതി, ഞാൻ ബ്രേക്ക് തരാം. ഓക്കെ? നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിക്കുക, ഫ്രണ്ട്സിൻ്റെ ഒക്കെ സംസാരിക്കുക, ഒരു കുഴപ്പമില്ല. അതൊക്കെ വേണം. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? 1 മണിക്കൂർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കും? നമുക്ക് വയ്യാതായിപ്പോൾ നമ്മൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന പോലെ ആവും. അങ്ങനെ നമുക്ക് കുറച്ച് സമയം നമ്മൾ പാഴാക്കുന്നതിലോട്ട് അർത്ഥമില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്? കുറച്ച് ബ്രേക്കൊക്കെ എടുത്ത് പയ്യെ നമുക്ക് എടുത്താൽ മതി. പക്ഷേ ഒരു കാര്യമുണ്ട്, ബ്രേക്കൊക്കെ ഞാൻ തരും, അതിനുശേഷം ഞാൻ കൈവെക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. മനസ്സിലായോ? ഞാൻ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ബ്രേക്ക് തന്നു. തിരിച്ച് ആ ഒരു പ്രോപ്പറായിട്ടുള്ള രീതിക്ക് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ? പിന്നെ ഒരു കാര്യവും നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തതിനെ പറ്റി ഞാനൊന്നും സംസാരിക്കുന്നില്ല. ബട്ട് നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തെടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ?
ഇപ്പോൾ ഏറ്റവും ചെറിയ ക്ലാസ്സിലെ കുട്ടി ഇവിടെ ആരാണ്? ഏറ്റവും ലോവസ്റ്റ് സ്റ്റാൻഡേർഡ് ക്ലാസ്സിൽ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3-ാം ക്ലാസ്സിൽ. ഓക്കെ. ഏറ്റവും പ്രായമുള്ള ആരാ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ? ഓക്കെ. ഇപ്പോൾ സെക്കൻഡ് ഇയർ പഠിക്കാനൊക്കെ ആയിരുന്നു. അവിടെയുണ്ട്. ഓക്കെ. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? കോളേജ് കഴിഞ്ഞു. ഓക്കെ. ഞാൻ ചോദിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു ഗ്രാഫുണ്ട് 3-ാം ക്ലാസ് തൊട്ട് അങ്ങ് ലാസ്റ്റ് വരെ ഇല്ലേ? ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഏജ് ഗ്രൂപ്പിലെ കുട്ടികളാണ് നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ ഇരിപ്പുള്ളത് അല്ലേ? ഇത് എല്ലാവർക്കും എൻജോയ് ചെയ്യണ്ടേ? മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമുക്കത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഞാൻ പ്ലാൻ ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ചെറിയ വാമപ്പാവണ്ടേ? എല്ലാവരും എണീറ്റോ? എല്ലാവരും എണീറ്റോന്നേ. എണീറ്റോ? എണീറ്റതിന് ശേഷം ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഹാൻഡ്സ് അപ്പ്. ഞാൻ മൈക്കെടുത്ത് മാറ്റാം. ഞാനിപ്പോൾ മൈക്കിൾ ഉപയോഗിക്കുന്നില്ല. നിങ്ങളുടെ പോലെ തന്നെ ഒരു പോലെ ഇരിക്കുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെ സൗണ്ട് പോലെ ആവും. ഓക്കെ, ഹാൻഡ്സ് അപ്പ്. സൗണ്ട് ഹാൻഡ്സ് അപ്പ്. ഓടാ ഓടാ. നല്ലോണം ഹാൻഡ്സ് അപ്പ്. ആടാ. ഓടാ. ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് അപ്പ്. ഓ സെറ്റാണോ? ഹാൻഡ്സ് അപ്പ്. നിങ്ങൾ ഓർമ്മില്ലേ ഹാൻഡ്സ് അപ്പ് ആണ്? ഒന്ന് നോക്കാം. ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് അപ്പ്. റൈറ്റ്. റൈറ്റ് എന്ന് പറയുമ്പോൾ ചോറ് എഴുതായി അല്ലേ? ഒരു സംശയമല്ലേ? ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് അപ്പ്. റൈറ്റ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യങ്ങളാണ്. ഹാൻഡ്സ് അപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഡൗൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, റൈറ്റ് ഏതാണെന്നും ലെഫ്റ്റ് ഏതാണെന്നും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയില്ലേ? പക്ഷേ എന്തുകൊണ്ട് ഞാൻ റൈറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ ലെഫ്റ്റ് പൊക്കി കാണിച്ചു? എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാണ്? പറഞ്ഞു. വളരെ ഓപ്പൺ ആയിട്ടുള്ള സെഷനാണ്. നിങ്ങൾ പറയുന്ന ആൻസേഴ്സിനനുസരിച്ചിട്ടായിരിക്കും എൻ്റെ അടുത്ത ടോപ്പിക്ക് ചിലപ്പോൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഞാൻ റൈറ്റാണ് പൊക്കി? ഞാൻ റൈറ്റല്ലേ പൊക്കിയേ? എനിക്ക് തെറ്റിയിട്ടുണ്ടോ? പക്ഷേ ഞാൻ റൈറ്റ് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ലെഫ്റ്റ് കാണിച്ചു? പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. ഞാൻ ലെഫ്റ്റ് ഹാൻഡറാ. അതെന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണ്? ഒരാൾ പറഞ്ഞ് ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണെന്ന്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ആ ഒരു പോയിന്റിനെ ഞാൻ രണ്ടാമതോ മൂന്നാമതായിട്ട് എടുക്കുന്നുള്ളൂ. ഓക്കെ, കാരണം അതിനകത്ത് പ്രോപ്പറായിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും? പറഞ്ഞോ പറഞ്ഞോ. നിങ്ങൾക്ക് എന്തും പറയാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. എന്തുകൊണ്ടായിരിക്കും? കോൺസെൻട്രേഷൻ അല്ലേ? ആരാ പറഞ്ഞേ? അത് തന്നെയാണ് ശ്രദ്ധ എന്നുള്ള രീതിക്കും ഇവിടെ പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ ഒരു സെറ്റിലോട്ട് നിങ്ങൾ എത്തിയിട്ടുള്ളൂ. മനസ്സിലായോ? രണ്ടാമത്തെ ഒരു ഭാഗമായിട്ട് ഈ ഒരു തെറ്റ് നമുക്ക് കാണാവുള്ളൂ. ഫസ്റ്റ് പ്രശ്നം എന്താ ഞാൻ പറയട്ടെ? പറഞ്ഞോ. അങ്കിള് റൈറ്റ് കൈ പോക്കിയാൽ നമ്മൾ ലെഫ്റ്റ് കൈയല്ലേ കാണുന്നത്. അപ്പോൾ നമ്മൾ അതേപോലെ കറക്റ്റ് പോയിന്റ്. ഒരു കൈ അടി അടിച്ചേ. എന്തുകൊണ്ട് തെറ്റിയെന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടെ നിന്നു, എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? റൈറ്റ് പൊക്കി ഇല്ലേ? അത് നിങ്ങൾക്ക് എന്തായിട്ട് തോന്നി? ലെഫ്റ്റായിട്ട് തോന്നി. ആ തോന്നലിൻ്റെ അർത്ഥം ഞാൻ ചെയ്തത് തെറ്റെന്നാണോ? പക്ഷെ എന്തുകൊണ്ട് നിങ്ങളത് തെറ്റായിട്ട് മനസ്സിലാക്കി? ഇതാണ് എൻ്റെ ചോദ്യം. ഞാൻ എന്തായാലും ചെയ്തത് ശരിയാണ്. ഞാൻ റൈറ്റാണ് പൊക്കിയത്.
പക്ഷേ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു റൈറ്റാണ് പൊക്കേണ്ടതെന്നുള്ളത് നിങ്ങളടുത്ത് പറഞ്ഞു. പക്ഷേ എന്ത് സംഭവിച്ചു? നിങ്ങൾ ആ സൈഡിൽ നിന്ന് ചെയ്തു വന്നപ്പോൾ നിങ്ങൾ ലെഫ്റ്റിലോട്ട് പൊക്കേണ്ടി വന്നു. ബിക്കോസ് നിങ്ങൾ എന്താ കണ്ടത്? നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നിങ്ങൾ കണ്ടപ്പോൾ ഞാൻ തെറ്റാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് തോന്നി ഇല്ലേ? നിങ്ങൾ വീട്ടിൽ അടി ഉണ്ടാക്കാറുണ്ടോ? എത്ര പേരുണ്ടാക്കാറുണ്ട്? നല്ല കൈയടി നിങ്ങൾ അവർക്ക് കൊടുക്കണം. കാരണം നിങ്ങൾ അടി ഉണ്ടാക്കാറുണ്ടെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ കൈ വെക്കിയില്ല. നല്ലൊരു കൈയടി കൊടുത്തേ. കൊടുക്ക് ഇത് നല്ല കൊടുക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ള 5 മൂല്യങ്ങളുണ്ട് ഇല്ലേ? ഇതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്താണ്? സത്യം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുത്ത് ഉറച്ചു പറയുന്നു, ഈ 5 മൂല്യങ്ങളുടെ എല്ലാം കൂടെ നമുക്ക് ഒറ്റയടിക്ക് തുടങ്ങാൻ പറ്റുമോ? ഇല്ല. നമ്മൾ അതിന് മാത്രം ഒന്നും അങ്ങ് എത്തിയിട്ടില്ല. പക്ഷേ നിങ്ങൾ സത്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും ഈ 5 മൂല്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാവർത്തികമാക്കാനായിട്ട് പറ്റും. തല പോയാലും കള്ളം പറയരുത്, കേട്ടാ? ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വീട്ടിൽ അടി ഉണ്ടാക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇല്ലേ? നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അടി ഉണ്ടാവുന്നത്? നിങ്ങളാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? അതാണെങ്കിൽ വീട്ടുകാർ നിങ്ങളുടെ അടുത്താണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? അതോ എങ്ങനെയാണ്? നിങ്ങളാണോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു അടി ഉണ്ടാവാനുള്ളൊരു സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്താ? എന്തെങ്കിലും ഒരു ഇഗ്നിഷൻ പോയിൻ്റ് കാണത്തില്ലേ നമുക്ക്? ചുമ്മാ ഗ്യാസ് ഓണാക്കിയാൽ തീ കത്തത്തില്ല. ഒരു ലൈറ്റർ വെച്ച് ഒരു ഇഗ്നിഷൻ കൊടുക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് അടി ഉണ്ടായി തുടങ്ങിയത്? ഒരു ഇഗ്നിഷൻ എവിടെ നിന്നോ തുടങ്ങിയില്ലേ? അതെവിടെ നിന്നാണ്? ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ. നിങ്ങളെല്ലാവരും വീട്ടിലിരിക്കുന്നു. നിങ്ങളുടെ വീട്ടുകാർ പറയുകയാണ് നമ്മൾ പുറത്തുനിന്ന് വരികയാണ്, മോനോ മോളോ ആരെന്ന് വെച്ചാൽ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ നിങ്ങൾക്ക്? മന്തി. ഓക്കെ, അത് തന്നെ ആയിക്കോട്ടെ. മന്തി മേടിച്ചുകൊണ്ട് വരാമെന്ന് പറയുകയാണ്. ഓക്കെ. നിങ്ങളെന്ത് ചെയ്യും? മന്തി കിട്ടും എന്നുള്ള രീതിക്ക് പ്ലാൻ ചെയ്ത് പഠിച്ച് ഹോംവർക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് വേണമെങ്കിൽ വാട്സപ്പിൽ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കും ചെയ്ത് കഴിഞ്ഞെന്നുണ്ട് ഇല്ലേ? പക്ഷേ വീട്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾ എന്തായിരിക്കും ഒരു റെസ്പോൺസ്? വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? നേരെ ഗേറ്റിൻ്റെ അവിടെ ചെന്ന് നിൽക്കും. ഗേറ്റിൻ്റെ അവിടെ ചെന്ന് നിന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് നോക്കി നിൽക്കും. കയ്യിൽ പൊതിയുണ്ടോ എന്ന് നോക്കും ഇല്ലേ? ആണോ അല്ലേ? ആണ്. കയ്യിൽ പൊതി ഇല്ലെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കും? പറ. കയ്യിൽ പൊതിയില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ റെസ്പോൺസ്? ദേഷ്യം വരും. സ്വാഭാവികമായിട്ട് ദേഷ്യം വരും. നിങ്ങൾ എന്ത് ചെയ്യും? ദേഷ്യം വരും. ഓക്കെ, മൈൻഡിൽ ദേഷ്യം വന്നു. നമുക്കിപ്പോൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് 3H. 3H ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എന്തൊക്കെയാണ് ആ 3H? ഒന്ന് ഹെഡ്, ഒന്ന് ഹാർട്ട്, പിന്നെ ഒന്ന് ഹാൻഡ്സ് ആണ്. ഓക്കെ. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഹെഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻ്റലിജൻസുമായിട്ടായിരിക്കും അതിൽ ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ. അടുത്ത ഹാർട്ട് എന്തായിരിക്കും? നമ്മുടെ ഇമോഷൻസ് ആയിരിക്കും. ഹാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിഫ്ലക്ഷൻ ഇല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയും. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഞാൻ ചോദിക്കുന്നു, അപ്പോൾ നമ്മുടെ ഹെച്ചിലെ ഹാർട്ട് ഇല്ലേ, അതിലെ ഇമോഷൻസ് വർക്കായി. നിങ്ങൾ പ്രതീക്ഷ കാര്യം നിങ്ങൾക്ക് കിട്ടിയില്ല. നിങ്ങൾ ആദ്യമേ എന്തായി? പെട്ടെന്ന് ട്രിഗറായി അല്ലേ? ട്രിഗറായതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? അതാണ് അടുത്ത ചോദ്യം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു നിങ്ങൾ മൈക്കോടൊന്നും പറയണ്ട, ഇവിടെ കേട്ടാൽ മതി. വഴക്ക് പറയും. ഫസ്റ്റ് നിങ്ങൾ നേരെ പോവും. ചിലപ്പോൾ വീട്ടിനകത്ത് കയറാനുള്ള ഗ്യാപ്പ് പോലും നിങ്ങൾ കൊടുക്കത്തില്ല. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ദേഷ്യപ്പെട്ടിട്ട് വരും ഇല്ലേ? സംഭവിക്കുന്ന കാര്യമാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ആ ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് അവിടെ എന്തായി? ട്രിഗറായതിന് ശേഷം വീട്ടിനടുത്ത് പോയി നിങ്ങൾ ആദ്യമേ എവിടെയാണ് എന്താണെന്നൊന്നുമല്ല ചോദിച്ചത്, എന്നെ പറ്റിച്ചു എന്നല്ലേ പറയുള്ളൂ ആദ്യം. കാരണം ചോദിക്കോ, അങ്ങോട്ട് ആദ്യം ഉത്തരം പറയുമോ? നിങ്ങൾ അങ്ങോട്ട് പറയൂ ആദ്യം. എന്തിനെന്നെ പറ്റിച്ചെന്ന് ചോദിക്കും. ഞാൻ എല്ലാ ഹോംവർക്കൊക്കെ ചെയ്ത് വെച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് മേടിച്ചുകൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 2 ബഹളവും വെച്ച് അവസാന സിറ്റുവേഷൻ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയി, വീട്ടുകാർ കുറച്ചുകൂടെ ട്രിഗറായിട്ട് 2 പേരും കൂടെ പിണങ്ങി 2 റൂമിലായിട്ടിരിക്കും ഇല്ലേ? നമ്മൾ ആദ്യം ഇപ്പോൾ ഒരു സംഭവം ചെയ്തു തുടങ്ങിയില്ലേ? ഞാൻ റൈറ്റ് പൊക്കി,
നിങ്ങളെന്ത് പൊക്കി? ലെഫ്റ്റ് കാണിച്ചു. വൈ? നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സ് വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് അങ്ങോട്ട് ചെയ്യുമ്പോൾ എൻ്റെ ശരി അതാണ്, അതിൻ്റെ അർത്ഥം എനിക്കത് തെറ്റല്ല. പക്ഷേ നിങ്ങൾ അവിടെ നിന്ന് എന്താ കണ്ടേ? തിരിച്ചാണ് കണ്ടത്. തിരിച്ച് കണ്ടപ്പോൾ അതിൻ്റെ അർത്ഥം അത് തെറ്റാണെന്നാണോ? അല്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ്സ് ഉണ്ട് മക്കളെ. നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കാര്യം എന്താ? നിങ്ങൾക്ക് മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തു? ആത്മാർത്ഥമായിട്ടിരുന്ന് വർക്ക് ചെയ്തു, പ്രതീക്ഷിച്ചിരുന്നു, കിട്ടിയില്ല. വീട്ടുകാരുടെ അവസ്ഥ നീ ചോദിച്ചു വരുന്നോ? ആരെങ്കിലും ചോദിച്ചോ? ആദ്യമേ കയറി ബഹളം വെച്ച് റൂമിൻ്റെ അകത്ത് കയറി പൂട്ടിയിരുന്നു ഇല്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് മേടിക്കാത്തതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചോ? ഒന്ന് ചോദിച്ചോ? അടിയുണ്ടായ വഴി കണ്ടോ? ഇനി അങ്ങനെ ചെയ്യല്ല. കിട്ടിയില്ലെങ്കിൽ എന്തായാലും കിട്ടിയില്ല. നിങ്ങൾ ബഹളം വെച്ചെന്ന് പറഞ്ഞ് കിട്ടാൻ പോകുന്നുണ്ടോ? ചിലപ്പോൾ നിങ്ങളുടെ ബഹളം സഹിക്കാൻ വയ്യാതെ പിന്നീട് പോയി മേടിച്ചുകൊണ്ട് വരുമായിരിക്കും. എന്നാലും അപ്പം കിട്ടൂലല്ലോ അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മനസ്സിലാക്കേണ്ട കേസ്, നമ്മുടെ മനുഷ്യന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്ത് ഓർഗാനിസംസ് ആയിക്കോട്ടെ, നമ്മൾ ട്രിഗർ ആവുന്നൊരു പോയിൻ്റ് ഉണ്ട്. ഓക്കെ, ഈ ട്രിഗർ ആവുന്നൊരു പോയിന്റിൽ നമ്മൾ മാക്സിമം എനർജൈസ്ഡ് ആവും. ഓക്കെ, പെട്ടെന്ന് നമ്മൾ ഹൈ ആവും. ഈ ഹൈ ആവുന്ന സമയത്ത് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. മനസ്സിലായോ? നമ്മുടെ ഇമോഷൻസ് ട്രിഗർ ആവുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ഒന്ന് വർക്ക് ചെയ്യണം. പക്ഷെ അതിനുള്ളൊരു സമയം നമുക്ക് കിട്ടില്ല. അതിൻ്റെ മുമ്പേ നമ്മൾ പൊട്ടിത്തെറിച്ചു പോകും. മനസ്സിലായോ? ഈ ഒരു 10 സെക്കൻഡ്സിലായിരിക്കും, ഈ ഒരു പൊട്ടിത്തെറിക്കുന്ന 10 സെക്കൻഡ്സിലായിരിക്കും മൊത്തം വീട് അലങ്കോലമാകുന്നത്. അല്ലെങ്കിൽ വീടായിക്കോട്ടെ, നാടായിക്കോട്ടെ, കൂട്ടുകാരുടെ അടുത്തായിക്കോട്ടെ, ചില ഫ്രണ്ട്സ് എന്ത് ചെയ്യും? അതോടെ നിർത്തിപ്പോവും ഫ്രണ്ട്ഷിപ്പൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫോർ എ 10 സെക്കൻഡ്സ്, ജസ്റ്റ് ഒരു 10 സെക്കൻഡത്തേക്ക് മിണ്ടായിരിക്കുക. ഒന്നും പറയാനും പോകരുത്. വളരെ പാടാണ്. എനിക്കും ഇത് പാടാണ്. ഞാനും ഇതൊക്കെ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്തൊന്ന് പറയുമെങ്കിലും ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ഞാൻ ട്രൈ ചെയ്യണ്ടേ? ഞാൻ ചെയ്യാത്ത കാര്യം നിങ്ങളുടെ അടുത്തൊന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് ട്രൈ ചെയ്യുക. ഒരു 10 സെക്കൻഡ് നിങ്ങൾ മിണ്ടായിരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിലെ ഈ ഒരു ട്രിഗറിങ് ആക്ടിവിറ്റി എന്ത് പറ്റും? ഒന്ന് ഒതുങ്ങും, ഒന്ന് ശാന്തനാവും. ഓക്കെ, ഭഗവാൻ തന്നെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു സ്റ്റെപ്സ് ഉണ്ട് ഇതിന്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം മിണ്ടാതിരിക്കുക. പിന്നെ എവിടെയാണ് സിറ്റുവേഷൻ നടന്നത് അവിടെ നിന്നൊന്ന് മാറുക. കുറച്ച് വെള്ളം കുടിക്കുക. 1 മിനിറ്റ് ഇരുന്നിട്ട് തിരിച്ചു വരിക. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വീട്ടിനടുത്ത് പോയിട്ട് അച്ഛാ അല്ലെങ്കിൽ അമ്മ എന്തുകൊണ്ടാണ് എനിക്ക് മേടിച്ചുകൊണ്ട് വരാത്തത്, ഞാൻ കൊതിച്ചിരുന്ന അല്ലേ എന്ന് നിങ്ങൾ വളരെ ശാന്തതയോടെ ചോദിക്കും. മനസ്സിലായോ? അപ്പോൾ അവരെന്ത് ചെയ്യും? അവരവരുടെ റീസൺ പറഞ്ഞു തരും. നിങ്ങൾക്ക് അവരുടെ പെർസ്പെക്റ്റീവ് മനസ്സിലായി, നമ്മുടെ പെർസ്പെക്റ്റീവ് അവർക്ക് മനസ്സിലായി. സോ ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് മന്തി കിട്ടിയില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് മന്തിയുടെ കൂടെ ഒരു ഷാജ ഷേക്കും കൂടെ കിട്ടും, നിങ്ങൾ ചോദിക്കാതെ. കാരണം വീട്ടുകാർ ഹാപ്പിയായി. മനസ്സിലായ? ഇതാണ് കോംബോ ഓഫർ. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തു നോക്കണം. ഇന്ന് നിങ്ങൾ മന്തി ചോദിച്ചാൽ നിങ്ങൾ ഇതുപോലെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നാളെ കോംബോ ആയിട്ട് മന്തിയും ഒരു ചോക്ലേറ്റ് ഷാജയും കൂടെ കിട്ടും. ഉറപ്പാണ്. ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, ശരി. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ആക്ച്വലി എനിക്ക് നിങ്ങളുടെ എല്ലായിടത്തും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയ ഒരു കാര്യം. കാരണം പലപ്പോഴും നമ്മൾ ട്രിഗർ ആവുന്ന ഒരു മൈൻഡ് സെറ്റിലോട്ടാണ് നമ്മൾ ഒരു ഏജ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും നമുക്കുണ്ടാവുന്നത്. മനസ്സിലായി കഴിഞ്ഞാൽ ഇതൊക്കെ മാറും. ഓക്കെ, ശരി. എന്താണ് നമ്മളുടെ ടോപ്പിക്ക്? എന്താ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക്ക്? ഏതാ? അൺലോക്കിംഗ് പൊട്ടൻഷ്യൽസ് എന്ന് പറഞ്ഞില്ലേ? എന്താണ് ഈ അൺലോക്കിംഗ് പൊട്ടൻഷ്യൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ഒരു അർത്ഥം പറ ആരെങ്കിലും. എല്ലാവർക്കും ഇംഗ്ലീഷൊക്കെ അറിയാം, പറയാം, കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോ. നിങ്ങളുടെ ഉള്ളിലെ പൊട്ടൻഷ്യൽസിനെ നമ്മൾ തുറന്നെടുക്കുന്നു. സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഓക്കെ, വേറെ ഒന്നുമില്ല. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒരു കഥ പറഞ്ഞു. ഓക്കെ, ഞാൻ പലയിടത്തും പറയുന്ന കഥയാണ്, അപ്പോൾ അതിനൊക്കെ കേട്ടിട്ടുണ്ടാവും, എങ്കിലും പറയാം. ഒരു കാടിൽ ഒരു വേടൻ ഉണ്ടായിരുന്നു. ഓക്കെ, ആരാ വേടൻ? ആരാ വേടൻ? കാട്ടിൽ വേട്ടയ്ക്ക് പോകുന്ന ഒരാൾ.
ഇല്ലെങ്കിൽ കാട്ടിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ കരുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബാലയുഗ സ്റ്റുഡൻസ് അല്ലേ പലരും? ബാലയുഗ അല്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ചില കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ, വിട്. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും കേട്ടോ. ബാലുകാസ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ പറയാം, രാവിലെ എഴുതി സ്തോത്രങ്ങളൊക്കെ ഇരുന്ന് പറയുന്ന ഒരാളാണ്. അങ്ങനെ ഇദ്ദേഹം എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിച്ച് ദൈവത്തിനോട് എനിക്ക് തന്ന എല്ലാ സ്നേഹത്തിനും നന്ദി എന്ന് പറഞ്ഞ് കാടിലോട് പോയി അവിടുത്തെ മരം വെട്ടും. ഓക്കെ, മരങ്ങളെല്ലാം വെട്ടി അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് കത്തിച്ച് കൽക്കരിയാക്കും. ഓക്കെ, എന്തൊക്കെ ചെയ്യും? മരം വെട്ടും, പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, മരം വെട്ടും, കത്തിച്ച് കൽക്കരിയാക്കി ചന്തയിൽ കൊണ്ട് വിൽക്കും. പുള്ളിക്കാരന് നല്ല എമൗണ്ട് കിട്ടുന്നുണ്ട്, ഭഗവാന്റെ കടാക്ഷവും കൂടെ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ സ്റ്റേബിളായിട്ട് ജോലിയൊക്കെ പോകും ഇല്ലേ? അങ്ങനെ വളരെ വളരെ സത്യസന്ധനും എല്ലാവർക്കും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് വരുന്ന ഈ പുള്ളിക്കാരന് ഒരു ദിവസം ദൈവം പ്രത്യക്ഷപ്പെട്ടു പുതിയത്തിൻ്റെ ഫ്രണ്ടിൽ. ഓക്കെ, അങ്ങനെ മുൻപ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഭഗവാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാണ്, ഏത് ദൈവം ആയിക്കോട്ടെ കേട്ടോ, നമുക്കും അറിയത്തില്ല, കഥയല്ലേ, ഏതോ ഒരു ദൈവം. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നീ നാട്ടുകാർക്കൊക്കെ ഉപയോഗമുള്ള ഒരാളാണ്, നീ സദാ എന്നെ ഭജിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് നിനക്ക് ഞാനൊരു വരം തരാൻ പോവാണെന്ന് പറഞ്ഞു. ആരാണെങ്കിലും ഹാപ്പി ആവൂലേ? അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് ഹാപ്പിയായി. കാരണം എന്ത്? ദൈവം വന്ന് പ്രത്യക്ഷപ്പെട്ട് എനിക്കൊരു വരം തരാമെന്ന് പറഞ്ഞു, എനിക്കൊരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് ചന്ദനത്തിൻ്റെ ഒരു മരം കൊടുത്തു. ഹാപ്പി ആവൂലേ? ഇത്രയും കാലം കഷ്ടപ്പെട്ട് വനത്തിൽ പോയി മരം മുറിച്ച് കത്തിച്ച് കൽക്കരിയാക്കി വിറ്റുകൊണ്ടിരുന്ന ഒരാൾക്ക് ചന്ദനത്തിൻ്റെ ഒരു മരം തന്നെന്ന് പറയുമ്പോൾ വളരെ ഹാപ്പി ആവത്തില്ലേ? അങ്ങനെ അദ്ദേഹം വലിയ ഹാപ്പിയായി. ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ സന്തോഷം മതിമലോട് ഹാപ്പിയായി. ഓക്കെ, എന്നിട്ട് ഇദ്ദേഹം ഇതിനെ നേരെ എന്ത് ചെയ്തു? കത്തിച്ച് കൽക്കരിയാക്കി ചന്തയെ കൊണ്ട് വിറ്റു. അപ്പോഴും ഹാപ്പിയാണ്. എന്തുകൊണ്ട്? ചന്തയിൽ പോയില്ല, വനത്തിൽ പോയില്ല, മരം വെട്ടിയില്ല, മരം വെട്ടണ വരെയുള്ള മരം കിട്ടിക്കഴിഞ്ഞു, ഇനി കത്തിച്ച് കൽക്കരിയാക്കിയാൽ മതിയല്ലോ. ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഇപ്പോഴും സമാധാനിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഇതുകൊണ്ട് ആക്ച്വലി നമ്മൾ എന്താ ഉദ്ദേശിക്കണേ? ദൈവം എന്താ പുള്ളിക്ക് കൊടുത്തേ? അദ്ദേഹത്തിന് എന്താ കൊടുത്തേ? ചന്ദനത്തിൻ്റെ മരമാണ് കൊടുത്തത്. ചന്ദനത്തിൻ്റെ മരത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? പറഞ്ഞോ, എന്തിനാ ചന്ദനത്തിൻ്റെ മരം നമ്മൾ ഉപയോഗിക്കുന്നത്? കട്ടിലുണ്ടാക്കാനാണോ? പിന്നെ പറഞ്ഞു, എന്താ? ഓക്കെ, അപ്പോൾ എന്തുമാത്രം വാല്യൂ ഉണ്ട് ഇതിന്. പക്ഷേ ഇദ്ദേഹം അതിൻ്റെ വാല്യൂ മനസ്സിലാക്കിയോ? പകരം എന്ത് ചെയ്തു? വാല്യൂ മനസ്സിലാക്കാതെ ആള് നല്ല ഒരു മനുഷ്യൻ തന്നെ, ആർക്കും ശല്യമൊന്നും ചെയ്യുന്നില്ല, ഈശ്വരനെ ഭജിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു സക്സസ്ഫുൾ ആയോ? എന്തുകൊണ്ടായില്ല? അദ്ദേഹത്തിൻ്റെ വാല്യൂ ഇല്ലെങ്കിൽ ആ കിട്ടിയ ഒരു വരദാനത്തിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാതെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? മുന്നോട്ട് പോയത് ഇല്ലേ? ഈ ഒരു അവസ്ഥ നമുക്ക് വരാൻ പാടില്ല. ഓക്കെ, നിങ്ങൾക്ക് ഞാനൊരു ചെറിയൊരു 2 മിനിറ്റ് സമയം തരാണേ. 2 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് സമയം മതി. 1 മിനിറ്റ് സമയത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെല്ലാവരും കണ്ണടച്ച് വന്നിരിക്കുക. കണ്ണടച്ചിരുന്നിട്ട് സ്വാട്ട് അനാലിസിസ് എന്ന് പറയും. എന്താ സ്വാട്ട് അനാലിസിസ്? അതിൻ്റെ ഫുൾ ഫോം വരുന്നത് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെട്ട് എന്ന് പറയും. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് 1 മിനിറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് ചുരുക്കി നിങ്ങളെ ചോദിക്കുകയാണ്, നിങ്ങളുടെ സ്ട്രെങ്തും നിങ്ങളുടെ വീക്ക്നെസ്സും ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കുക. ഓക്കെ, 1 മിനിറ്റ് സമയം തരുന്നു. 3, 2, 1 ഗോ.
ഓക്കെ, ടൈം അപ്പ്. മനസ്സിലാക്കിയോ? നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവോ? അറിയാവോ? എല്ലാവർക്കും അറിയാവോ? നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്നുള്ളത് അറിയാവോ? അത് ഇനി നിങ്ങൾക്ക് ആലോചിക്കാൻ സമയം വേണോ? നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ പറ്റണം, എങ്കിലേ നിങ്ങൾക്കത് നിങ്ങളുടെ സ്ട്രെങ്ത് ആവത്തുള്ളൂ. ചില ആൾക്കാർക്ക് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അവരുടെ സ്ട്രെങ്ത്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അവരുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ പറ്റണം. ചിലവർക്ക് പഠിപ്പിക്കുന്നതായിരിക്കാം, ചിലവർക്ക് മാനേജ്മെൻറ്റ്സ് ആയിരിക്കും, എന്തും ആവാം. നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ മനസ്സിലാക്കിയോ? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായോ? ഇല്ലേ? ഇല്ല, സത്യം. ഒരു മിനിറ്റ് ഒന്നും ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. വെറുതെ ഇരുന്നിങ്ങനെ ആലോചിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, മോഹൻലാലിനെ അറിയാമോ? മോഹൻലാൽ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഏതിലാണ്? ആക്ടിങ്ങിലാണ് അല്ലേ? ഇനി അടുത്ത നമ്മളെ ലേറ്റസ്റ്റ് സഞ്ജു സാംസങ്ങിലാണെങ്കിലോ? സഞ്ജു ആണെങ്കിലോ? ക്രിക്കറ്റിലാണ്. മമ്മൂട്ടി? ഓക്കെ. അബ്ദുൽ കലാം? ശരി, അതൊക്കെ നിങ്ങൾ സ്പോട്ടിൽ പറഞ്ഞ്. വല്ലവരുടെയും സ്ട്രെങ്ത് നിങ്ങൾ വളരെ സ്പോട്ടിൽ പറഞ്ഞു. നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല. എന്തുകൊണ്ട്? ചോദിച്ചാൽ മനസ്സിലായോ? മറ്റുള്ളവരുടെ സ്ട്രെങ്ത് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങളൊക്കെ പേര് കേട്ട താമസം നിങ്ങൾ പറഞ്ഞു ഇല്ലേ? സ്വന്തം സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉത്തരവില്ല. പെട്ടെന്ന് ചോദിക്കട്ടെ, ഒരു മിനിറ്റ് കൊണ്ട് പലരും സ്ട്രെങ്ത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞു. എന്താ സ്ട്രെങ്ത്? കുഴപ്പമില്ല മോളെ, ഒരു കുഴപ്പമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, നമ്മളെ പറ്റിയിട്ട് ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇതേ സമയത്ത് മറ്റുള്ളവരെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് 100 നാവാണ് അല്ലേ? സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ ഒരു മനുഷ്യനെ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. പേടിപ്പിക്കാൻ പറഞ്ഞതല്ല, അവെയർഡായിട്ടിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ചെയ്തു നോക്കോ. നമുക്കിപ്പോൾ എന്തായാലും ഒരു ഫുൾ കംപ്ലീറ്റ് SWOT അനാലിസിസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ടൈം നമുക്കിപ്പോൾ ഇല്ല. കാരണം അത് കുറച്ച് ഡീപ്പായിട്ട് ചെയ്യേണ്ടത്. ഈ 1 മിനിറ്റിലുള്ള തീരത്തൊന്നുമില്ല. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ പിടിക്കും. ഒരു ദിവസം ഇരുന്ന് നമ്മളെപ്പറ്റി അനലൈസ് ചെയ്യണം. നമ്മുടെ സ്ട്രെങ്ത് എവിടെയൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിലാണ് നമുക്കൊരു വീക്ക്നെസ് വരുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ശോഭിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ അകത്ത് വരുന്നത്. ത്രെറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ വിപരീത കാര്യങ്ങളിലോട്ട് എത്തിക്കാനായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം നമ്മുടെ ലൈഫിൽ. ചില ആൾക്കാർക്ക് ഇമോഷണലി നമ്മളെ പേടിപ്പിക്കുന്നതൊക്കെ നമുക്ക് നമ്മുടെ കോൺഫിഡൻസിനെ ഡൗൺ ആക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെയാണ് ത്രെറ്റ്സിൽ വരുന്നത് കേട്ടോ. ഇതൊക്കെ നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് ചെയ്തു നോക്കണേ. ഞാൻ പറയുന്നു, ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ പറ്റി വലിയൊരു കാഴ്ചപ്പാടുണ്ടാവും. ഓക്കെ, ശരി. ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം നോക്കാം. ഞാനിതിപ്പോൾ നമുക്ക് എത്ര സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പോൾ? 5, 9, 10, 12, 15 കുട്ടികളുണ്ട് ഇല്ലേ? 15-ൽ നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു 3 ടീമായിട്ട് മാറ്റാം. ഓക്കെ, ടീമിന് ഓരോ ചാർട്ട് പേപ്പർ എടുക്കാം. ഓക്കെ, ഞാൻ എല്ലാം കൂടെ 15 മിനിറ്റ് സമയം തരത്തുള്ളൂ. ഈ 15 മിനിറ്റിൽ നിങ്ങൾക്ക് ശരി 2 ചാർട്ട് പേപ്പർ എടുത്തോ, കുഴപ്പമില്ല. ഈ 2 ചാർട്ട് പേപ്പർ വെച്ചിട്ട് നിങ്ങൾ കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കണം. എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ഉണ്ടാക്കണം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ അതിനൊരു ചാർട്ട് പേപ്പർ ആക്കാം, ഇല്ലെങ്കിൽ ഒരു പോർട്രേറ്റ് ആക്കാം, ഒരു പടം വരയ്ക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാം, ഇല്ലെങ്കിൽ ഈ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, എന്ത് വേണോ ചെയ്യാം. പക്ഷേ 15 മിനിറ്റ് സമയം തരത്തുള്ളൂ. 2 ചാർട്ട് ഒരാൾക്ക് തരത്തുള്ളൂ. ഓക്കെ, മാക്സിമം ഒരു ചാർട്ട് തന്നെ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുമോ നോക്കുക. ഇനി ഈ ചാർട്ട് വെച്ച് നിങ്ങൾ ഓരോ പ്രൊഡക്ട്സ് ഉണ്ടാക്കുമല്ലോ. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ആ ഇരിക്കുന്ന ആൾക്കാരില്ലേ, അവർക്ക് നിങ്ങൾ ഈ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യണം. നിങ്ങൾ വിൽക്കണം. നിങ്ങൾ വിൽക്കണം. നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അഡ്വർടൈസ്മെൻറ്റ്സൊക്കെ കൊടുത്ത് ഈ നിങ്ങളുണ്ടാക്കിയ പ്രൊഡക്ട്സ് വിറ്റ് പൈസയൊന്നും തരത്തില്ല. പക്ഷേ പൈസ ഇത്ര രൂപയാണെന്നൊക്കെ പറഞ്ഞ് വേണം നിങ്ങളത് ക്യാൻവാസ് ചെയ്യാൻ. അവർക്കത് ഓക്കെ ആണെങ്കിൽ അവർ പൈസ തരാതെ അവർ മേടിക്കും. ഓക്കെ, നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, എടുത്തോ.
ഇപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ ഓരോരുത്തരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ജസ്റ്റ് സമയം എടുക്കില്ല കേട്ടോ. പ്രസൻറ്റേഷന് ഒരു കാര്യമുണ്ട്, 1 മിനിറ്റ് പ്രസൻറ്റേഷനേ ഉള്ളൂ കേട്ടോ. അതും കൂടെ ആലോചിച്ച് വേണം. നമുക്ക് വിൽക്കണം, ആൾക്കാർ മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ലാഗ് ആക്കരുത്. അപ്പം കട്ട് ചെയ്യും. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ടൈമർ വെക്കാം ഇവിടെ. ഓക്കെ, ടൈമർ വയ്ക്കും. നിങ്ങൾ 1 മിനിറ്റ് സമയമുള്ളൂ. ആ 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്ക് എത്ര രൂപ വെച്ചിട്ടാണ് വിൽക്കാൻ. ഞാനും എൻ്റെ ഈ കൊച്ചു ടീമുമായിട്ട് ബാബയുടെ ചെറിയ തോട്ട് പോലത്തെ ഒരു ഗ്രീറ്റിംഗ് കാർഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ 5 രൂപയേ ഉള്ളൂ, എല്ലാവരും മേടിക്കണം. ഹായ്, എൻ്റെ പേര് ഗായത്രി. ഞാൻ ഉണ്ടാക്കിയത് ഒരു റോക്കറ്റാണ്. ഹായ്, എൻ്റെ പേര് മൃദുല. ഞാനും ബാബയുടെ തോട്ടാണ് ഒരു ഗ്രീറ്റിംഗ് കാർഡിൽ എഴുതിയത്. എല്ലാവരും 5 രൂപയേ ഉള്ളൂ, എല്ലാവരും മേടിക്കണം. പിന്നെ ₹20 ആണ്. ബാബയുടെ ഒരു അനുഗ്രഹം എന്തെങ്കിലുമൊക്കെ കാണും, അങ്ങനെ മേടിക്കണം. എല്ലാവരും മേടിക്കണം, സഹായിക്കണം. ഒരാൾ മേടിച്ചിട്ടുണ്ട്. ഹലോ, ഞങ്ങൾ ടീം 3 ആണ്. അപ്പം ഞങ്ങൾ എൻ്റെ വക ഒരു എന്താ പറയുക, നമ്മളെ കേരളത്തിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ ഒരു പ്രിവിലേജൊക്കെ വെച്ചിട്ട് ഒരു കോട്ട് പോലെ ഉണ്ടാക്കിയ സംഭവമാണ്. ജസ്റ്റ് 20 റുപ്പീസ് വേണമെന്നുള്ളവർക്ക് വാങ്ങിക്കാം. അപ്പം അത്ര ഉള്ളൂ. ഹലോ, എൻ്റെ പേര് ദേവിക എസ്. ഞാനും സായി ഗ്രീഷ്മയും കൂടെ ചെയ്തൊരു പ്രൊജക്റ്റ്. ഇത് ഒരു ഫോട്ടോ ഫ്രെയിമാണ്. ഏത് ടൈപ്പ് ഫോട്ടോ വേണമെങ്കിലും വയ്ക്കാം, ഒരു മൊമെൻ്റമായിട്ട് വേണമെങ്കിലും കൊടുക്കാം. ഇത് വെറും 5 രൂപയാണ്. താങ്ക് യു. ഡീലായി മേടിക്കാലോ. ഓക്കെ, കൊടുത്തോ. കറക്റ്റ് അടുത്ത 1 മിനിറ്റിനുള്ളിൽ അവരുടെ മൊത്തം പ്രൊഡക്ട്സ് കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. ഹായ്, നമ്മൾ ടീം 2 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പേഴ്സും പിന്നെ കോംബോ ഓഫറായിട്ടൊരു വീഷറി ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് പേഴ്സും ഇതായിട്ട് 10 രൂപയേ ഉള്ളൂ. വേണമെന്നവർക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. പേഴ്സ് കോംബോ ഓഫറായിട്ട് വീഷറി ഉണ്ട്. ഈ ചൂടിന് ഹെൽപ്ഫുള്ളായിരിക്കും. രണ്ടും കൂടെ 10 രൂപയേ ഉള്ളൂ. നമ്മളെ കയ്യിൽ വീഷറി ഉണ്ട്, പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട്, കപ്പലുണ്ട്, അതുപോലെ ഒരു പ്ലെയിനും ഉണ്ട്. വീഷറി ചൂടുകാലത്തൊക്കെ വളരെയധികം ഉപകാരപ്പെടും. ഫ്രെയിമൊക്കെ നമുക്ക് വീട്ടിൽ വെക്കാം. വേണമെന്നുള്ളവർക്ക് വാങ്ങാം. എല്ലാം പേപ്പറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാത്തിനും വെറും 5 രൂപ മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും വേണോ? ഹലോ ഗൈസ്, സൈറാം. നമ്മളെന്ന് പറയുന്നത് ടീം 5 ആണ്. എൻ്റെ പേര് റോഷിൻ, ഇവൻ സായി, പ്രണവ്. അപ്പം നമ്മൾ 3 പേരും കൂടെ ആണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളാണ് ഇവിടെ ഏറ്റവും ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തത്. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുന്നത് ഒരു ചെറിയ പ്രോട്ടോടൈപ്പ് പോലത്തെ ഒരു പ്ലെയിനിൻ്റെ മോഡലായിരുന്നു. ഇതെന്ന് പറയുന്നത് സൈസ് കൊച്ചായിരിക്കും, പക്ഷേ ഇത് നല്ല പറക്കും. ഞാൻ ഇതിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ രണ്ടാമത്തെന്ന് പറയുന്നത് ഇത് ഇവർ റഫേലിനെ ഒരു പ്രോട്ടോടൈപ്പായിട്ട് എടുത്ത് ക്രിയേറ്റ് ചെയ്തതാണ്. ഇത് ബാക്കിയുള്ളവർ കുറേ സംഭവങ്ങൾ കോപ്പി അടിച്ചെടുത്തെങ്കിൽ ഇത് ഒറിജിനൽ സംഭവമാണ്, ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത സംഭവമാണ്. പിന്നെ ഇത് വീഷറി, ഇത് നമ്മൾ ഫസ്റ്റേ ക്രിയേറ്റ് ചെയ്തതായിരുന്നു. പിന്നെ ഇത് വേറൊരു ടീമും കൂടെ കൊണ്ടുപോയി. അപ്പോൾ ഇത് 3ഉം കൂടെ ചേർത്ത് നമ്മൾ 5 രൂപ ചോദിക്കുന്നുള്ളൂ, ഇതിൽ ഏറ്റവും കുറവ്. ഇത് ആദ്യം മേടിക്കുന്നവർക്ക് 100 ഐസ്ക്രീം ഫ്രീ ആയിട്ട് കഞ്ഞി കൊടുക്കുന്നതായിരിക്കും.
അപ്പോൾ ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ട് പേപ്പർ മാത്രം ഉപയോഗിച്ച് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്താണ് നമ്മൾ ഏറ്റവും ആദ്യമേ തീർത്തത്. അപ്പോൾ വാങ്ങിക്കാൻ ഇപ്പോഴത്തെ കറക്റ്റ് എന്താണ് ഇത് ഫുൾ സെഷനായിട്ട് ഉദ്ദേശിച്ചത് അത് മൊത്തത്തിലേക്ക് കിട്ടി. അത് മതി. എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞാൽ വളരെ നല്ലൊരു പ്രസൻറ്റേഷൻ ആയിരുന്നു. എങ്ങനെ ഈ ഒരു ഇവൻറ്റ് നമുക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ. സോ നല്ലൊരു കൈയടി എല്ലാവരും കൊടുക്കുക. ഓക്കെ, ആദ്യമേ ഒരു സാധനം നമ്മൾ വിൽക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ വേണ്ടത്, പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അറിയണം. അത് ഓക്കെ, അത് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ കാര്യം എന്താ, പ്രൊഡക്റ്റ് ആർക്കാണ് കൊടുക്കണമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ധാരണ നമുക്ക് വേണം. ഇവിടെ 4-5 പ്രസൻറ്റേഷൻസ് ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് സായിരാം പറഞ്ഞ് തുടങ്ങിയ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു അല്ലേ? അത് ആളറിഞ്ഞ് കളിച്ചതാണ്. അത് വേണം. ഞാനത് പറഞ്ഞത് ആ ഒരു സ്കില്ല് നമുക്ക് വേണം. പെട്ടെന്ന് നമുക്ക് അഡാപ്റ്റ് ആവാൻ പറ്റണം പല സമയത്ത്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്ന കാര്യത്തിലുള്ള ഒരു വ്യക്തത, നമ്മളുടെ ഒരു കോൺഫിഡൻസ് ഇല്ലേ, ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഇരിക്കുന്നു, ഈ ഒരു പ്രൊഡക്റ്റ് വളരെ ഗംഭീരമാണെന്ന് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് നമ്മളിലൂടെ ബാക്കിയുള്ളവരിലോട്ട് എത്തത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ഒരു ഇവൻറ്റിനെ പറ്റി സംസാരിക്കാൻ പോകുന്നു. ഓക്കെ, നിങ്ങളിപ്പോൾ ബാലവികാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ യൂത്തായി എന്തോ ആയിക്കട്ടെ, സമിതിയിൽ ഒരു ഇവൻറ്റ് നടത്താനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതുവരെ നടക്കാത്തൊരു ഇവൻ്റാണ്. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, സംസാരിക്കാൻ പോകണം. സംസാരിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ഹോംവർക്ക് എങ്ങനെ ആയിരിക്കണമെന്ന് അറിയാമോ? നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ മാത്രമായിട്ട് ഇന്ന് ചിന്തിക്കരുത്. ഇത് പുതുതായിട്ട് കാണുന്നതാണ് കുറച്ച് ആൾക്കാർ. അപ്പോൾ അവരുടെ മൈൻഡിൽ എന്തൊക്കെയായിരിക്കും ഓടണം എന്നുള്ള ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ മൈൻഡിൽ കൊണ്ടുവരണം. എന്തായിരിക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദിക്കാൻ പോകണമെന്നുള്ളതിന് നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാനിങ് വേണം, ഒരു സ്ക്രിപ്റ്റ് വേണം. അതിനനുസരിച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്തു വെച്ചാൽ ഉണ്ടല്ലോ, ആർക്കും നമ്മളെ ഒന്നും പറഞ്ഞ് നിർത്താൻ പറ്റത്തില്ല. മനസ്സിലായോ? സോ ഒരു ഇവൻ്റ് ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ഇല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ നല്ല വശങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ എന്തെങ്കിലും ദോഷവശങ്ങൾ ഏതെങ്കിലും സൈഡിൽ നിന്ന് വരുന്നുണ്ടോ എന്നുള്ളതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനിങ് ആൻഡ് ഇമാജിനേഷൻ ആർക്ക് വേണം, നമ്മുടെ മൈൻഡിൽ വേണം കേട്ടോ. അതെല്ലാം കൂടെ ഒന്ന് ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഇവൻറ്റ് കൂടെ ഞാനിപ്പോൾ വെച്ചത്. കാരണം നിങ്ങളിപ്പോൾ ഇത് വിൽക്കാനായിട്ട് പോകുന്ന സമയത്ത് ചോദ്യങ്ങൾ പലതും വരും. നിങ്ങൾക്കൊരു ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻറ്റേൺഷിപ്പ് സാറ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു 15 സനാതന സാരഥി ആൾക്കാർക്ക് വിൽക്കണമെന്ന് പറഞ്ഞിട്ട്. അതാണ് ഇപ്പോൾ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞിട്ട് പോയത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, എന്തൊക്കെ കാര്യങ്ങൾ മറു സൈഡിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതിൻ്റെ ഒരു പ്രോപ്പർ പ്ലാനിങ് വേണം. പിന്നെ നന്നായിട്ട് ഇമാജിൻ ചെയ്യാനുള്ളൊരു കഴിവ് വേണം. എന്ന് പറയുമ്പോൾ ഇവൻറ്റ് നടന്നില്ലെങ്കിലും ആ ഇവൻറ്റിൽ എന്തൊക്കെ നടക്കും എന്നുള്ളത് നമുക്ക് മനസ്സിൽ എന്ത് ചെയ്യാൻ പറ്റണം, ഒന്ന് വിഷൻ ചെയ്യാൻ പറ്റണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചേക്കുക. ഇവിടെ വന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും അതിനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമ്മളിപ്പോൾ ഭഗവാന് മുമ്പ് വെച്ച് കണ്ടതാണ് അല്ലേ? ഓക്കെ അല്ലേ? ശരി, ഇനി ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കിനി അടുത്ത സെഷനിലോട്ടൊക്കെ പോകാനുള്ളതാണ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെ? എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെ? എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ അല്ലേ? ബോർഡടിച്ചോ? കുഴപ്പമില്ലല്ലോ, മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ശരി, അപ്പോൾ അങ്ങനെയാണ്. നിങ്ങൾക്ക് ചെറിയൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം. അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു തരാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടിരുന്നേ, വളരെ സ്ട്രെയിറ്റ് ആയിട്ട് എല്ലാവർക്കും ചെയ്ത് നോക്കാം. ഇവിടെ ഇരിക്കുന്നത് ഓക്കെ, വളരെ ഫ്രീ ആയിട്ടിരിക്കണം. കയ്യിൽ സാധനങ്ങളൊന്നും വെക്കല്ലോ, എല്ലാം വളരെ ഫ്രീ ആയിട്ട് വേണം. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഞാൻ പറയുന്ന പോലെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നോക്കണം. മെഡിറ്റേഷൻ ഒന്നും അല്ല എങ്കിലും നമുക്ക് നോക്കാം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം. എല്ലാവരും പയ്യെ ഒന്ന് കണ്ണടച്ചു. വളരെ സ്മൂത്തായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രീത്ത് ഉള്ളിലോട്ട് എടുക്കുക, ബ്രീത്ത് വിടുക. ഓക്കെ, ഇതിന് പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന ആ രീതിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഒരു 2-3 ടൈംസ് അങ്ങനെ നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്തേ. ഓക്കെ, ബ്രീത്ത് ചെയ്തോ.
ശരി, നടക്കട്ടെ. നിങ്ങളുടെ മൈൻഡൊക്കെ അത്യാവശ്യം ഇപ്പം നല്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റിലിരിക്കുകയായിരിക്കും. ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ശരി, നിങ്ങൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പഠന ശിബിരമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. പുറത്തോട്ട് നടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ ഇവിടെ തന്നെയുള്ള ഒരു ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്തോട്ട് നടക്കുമ്പോൾ ഒരു മലയുണ്ടെന്ന് പറയാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ഇമാജിനേഷൻ ആയിരിക്കാം, എങ്കിലൊന്ന് ആലോചിക്കാം. ഒരു മലയുണ്ടെന്ന് പറയുകയാണ്. ആൻഡ് നിങ്ങളുടെ കൂട്ടുകാരൻ പറയുകയാണ്, അല്ലെങ്കിൽ കൂട്ടുകാരി പറയുകയാണ്, ഈ മലയുടെ മുകളിൽ ദൈവം ഉണ്ടെന്ന് പറയും. ഓക്കെ, അവിടെ ഇന്ന് വൈകുന്നേരം നല്ല മനസ്സോട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തെ കാണാമെന്ന് കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി നമുക്ക് ഒരു ഇൻഫർമേഷൻ തന്നു. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നടന്ന് മലയുടെ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഓക്കെ, ഗുഡ്. നിങ്ങൾ വൈകുന്നേരമായി ഒരു 6 മണിയൊക്കെ ആയി നടന്ന് ഇപ്പം മലയുടെ ഏകദേശം ടോപ്പിലോട്ട് എത്തി. ഓക്കെ, എന്തായിരിക്കും നിങ്ങളെ മുകളിൽ കാണുന്നത്? സന്ധ്യാസമയത്ത് എന്തായിരിക്കും കാണുന്നത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. സൂര്യനെ കാണും അല്ലേ? നല്ല ഓറഞ്ച് കളർ അല്ലെങ്കിൽ നല്ല റെഡ് ഹോട്ടായിട്ട് നിൽക്കുന്ന ഒരു സൂര്യനെ നിങ്ങൾ കാണും. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ടൈമിലാണ്. നിങ്ങൾ മാത്രമേ ആ ഒരു മലയുടെ മുകളിൽ ഇപ്പോൾ നിൽപ്പുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ നിങ്ങൾ എവിടെ എൻ്റെ ദൈവം എന്നുള്ള രീതിക്ക് നിങ്ങൾ പോയി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്നൊരു സൗണ്ട് കിട്ടുവാണെങ്കിൽ ഒരാൾ നിങ്ങളടുത്ത് സംസാരിക്കുന്ന പോലെ. ഓക്കെ, നിങ്ങളെ വിളിക്കുകയാണ്, നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങൾ വിളിക്കുകയാണ്. നിങ്ങളെ നോക്കിയപ്പോൾ മറ്റാരുമല്ല, നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു സൂര്യ ഭഗവാൻ തന്നെയാണ് നിങ്ങളെ പേര് പറഞ്ഞ് വിളിച്ചത്. ഓക്കെ, വെരി ഗുഡ്. ഇനി നിങ്ങളടുത്ത് പറയാണ്, നിങ്ങൾ ഈ ശിബിരത്തിനൊക്കെ പോയിട്ട് വന്നതാണ്, നിങ്ങൾ നല്ല കുട്ടികളാണ്, ഈ സമയത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കളിക്കാൻ പോവുക, സിനിമയ്ക്ക് പോവുക. പക്ഷെ നിങ്ങൾ ഈ ശിബിരം അറ്റൻഡ് ചെയ്യാനൊക്കെ വന്ന് വളരെ നല്ല പിള്ളേരായിട്ട് നിന്ന് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് നിന്നതുകൊണ്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഞാൻ 2 വിഷ് തരാമെന്ന് പറയാം. ഓക്കെ, 2 വരദാനം തരാമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ഒരു കണ്ടീഷനും കൂടെ നിങ്ങൾക്ക് സൂര്യൻ തരികയാണ്. കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഞാൻ നടത്തി തരാം, പക്ഷേ നിങ്ങൾ മനസ്സ് കൊണ്ടേ പ്രാർത്ഥിക്കണം. ഓക്കെ, പ്രാർത്ഥനയൊക്കെ ഞാൻ നടത്തി തരാം, പക്ഷേ മനസ്സുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാമോ എന്ന് പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. നിങ്ങളുടെ ഫസ്റ്റ് വിഷ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഓക്കെ, ഫസ്റ്റ് വിഷ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ആരോ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ഡയറി മിൽക്ക് സിൽക്ക് മേടിച്ച് തരാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ നിങ്ങൾക്കൊരു ഡയറി മിൽക്ക് സിൽക്ക് മേടിച്ച് തരുന്നു. മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചല്ലോ എല്ലാവരും? പ്രാർത്ഥിച്ചോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ദൈവം പറയാണ്, ഓക്കെ നടത്തി തരാം, സെറ്റായിട്ടുണ്ടെന്ന് പറയാം. ഓക്കെ, ശരി. അടുത്തത്, നിങ്ങൾക്ക് രണ്ടാമത് ഒരു വിഷയം കൂടെ ഉണ്ടെന്ന് ദൈവം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വിഷയമൊന്നും ഇല്ലെങ്കിലും രണ്ടാമതൊരു വിഷയം കൂടെ ഉണ്ടെന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിഷയം പറയേണ്ടി ഇനി അടുത്തത്. ചുമ്മാ നമ്മളൊരു വിഷയം കളയണോ? വേണ്ട. നിങ്ങൾക്ക് ആനകളെ ഭയങ്കര പേടിയാണെന്ന് ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. ഓക്കെ, എല്ലാവർക്കും ആനകളെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ദൈവമേ, എനിക്കിനി എൻ്റെ ജീവിതത്തിൽ ഒരു ആനകളെയും കാണാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, പ്രാർത്ഥിച്ചോ? മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം, എനിക്കിനി ആനകളെ കാണാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, പ്രാർത്ഥിച്ചു കഴിഞ്ഞല്ലോ? മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചോ? വെരി ഗുഡ്. ദൈവം പറഞ്ഞു, 2 ഞാൻ നടത്തി തരാം, നിങ്ങൾ ധൈര്യമായിട്ട് പോയി കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ആ മലയുടെ മുകളിൽ നിന്ന് തിരിച്ച് പറഞ്ഞു വിടുക. ഓക്കെ, വീടെത്തി. നിങ്ങൾ 2 കൈ ഒന്ന് റബ്ബ് ചെയ്ത്, 2 കൈയും റബ്ബ് ചെയ്തിട്ട് നിങ്ങളുടെ കണ്ണിലോട്ടൊന്ന് വെച്ചോ. ആ ഒരു ചെറിയ ഒരു വാംനെസ് നിങ്ങളുടെ കണ്ണിൽ വന്നതിന് ശേഷം ആ കണ്ണങ്ങ് തുറക്കുക. ഓക്കെ, ഇനി ഞാൻ 2 ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ ഈ 2 വിഷ് നടന്നു. ഓക്കെ, 2 വിഷ് നടന്നിട്ടുണ്ട്. ഇതൊരു പഴങ്കഥയോ കാര്യങ്ങളൊന്നുമല്ല, 2 വിഷ് നടന്നു. അങ്ങനെ തന്നെ സങ്കല്പിക്കും. ഫസ്റ്റ് എന്താണ് നിങ്ങൾ പ്രാർത്ഥിച്ചത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ കൊണ്ട് തരുന്നു, നിങ്ങൾക്ക് കിട്ടി, ഹാപ്പിയായോ? രണ്ടാമത്തെ വിഷയം എന്തായിരുന്നു?
പക്ഷെ എന്ത് സംഭവിച്ച് കാണും? പറ, എന്ത് സംഭവിച്ചു? എന്ത് സംഭവിക്കും? പറ, എന്ത് സംഭവിക്കും? നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര ആനകളെ നിങ്ങൾ കണ്ടു തുടങ്ങി അന്നത്തെ ദിവസം തൊട്ട്. നിങ്ങൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ, ഫസ്റ്റത്തെ പ്രാർത്ഥന മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ കണ്ട സിനാരിയോസ് നിങ്ങൾക്ക് നടന്നു. രണ്ടാമത് നിങ്ങൾ എന്താ പ്രാർത്ഥിച്ചത്? ആനകളെ കാണരുതേ എന്ന് പറഞ്ഞ് മനസ്സിൽ പ്രാർത്ഥിച്ചു. പക്ഷെ മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നത് എന്താണ്? നിങ്ങൾ ആനകളെയല്ലേ കണ്ടുകൊണ്ടിരുന്നത്. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചില്ലാങ്കിൽ ചിലപ്പോൾ 2 ആനകളുടെ എണ്ണം കുറഞ്ഞേനെ. പക്ഷേ ഇപ്പം നിങ്ങൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഓരോ ആനയെ വെച്ച് കാണാൻ തുടങ്ങി. കാരണം എന്ത്? നിങ്ങൾ അതിന് മാത്രം ആനകളെ മനസ്സിട്ട് പ്രാർത്ഥിച്ചു, ഇല്ലേ? ആനകളെ കാണരുത് എന്ന് പ്രാർത്ഥിച്ചപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നത് എന്താ? എന്ത് വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, നിങ്ങളിപ്പോൾ സമിതിയിൽ വരാം, ഇല്ലെങ്കിൽ നിങ്ങൾ കോവിലിൽ പോകാം. കോവിലിൽ പോകുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് പേര് ക്ഷേത്രത്തിലൊക്കെ പോകും. നിങ്ങൾ വീട്ടിൽ വല്ല ബാലരമയും വായിച്ചിരിക്കുകയായിരിക്കും. പക്ഷേ വീട്ടുകാർ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? വൈകുന്നേരം ക്ഷേത്രത്തിൽ പോയെന്ന് വിചാരിച്ചോ, അത്രയും നേരം മര്യാദയ്ക്ക് വീട്ടിൽ വല്ല പഠിച്ചുകൊണ്ടോ ചിലപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ പോകുമ്പോൾ ഇതുവരെ നടക്കാൻ പോലും സാധ്യതയില്ലാത്ത നെഗറ്റിവിറ്റീസ് ആയിരിക്കും നിങ്ങൾ അവിടെ പോയി ഓർത്തിട്ട് വരുന്നത്. ആണോ അല്ലേ? ഞാൻ പറയുന്നതിൽ ശരിയാണോ തെറ്റാണോ? പ്രാർത്ഥന പല രീതിക്കാവാം. നല്ല രീതിക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും അവിടെ പോയിട്ട് നടക്കാത്ത പല നെഗറ്റിവിറ്റീസിനെ പറ്റിയിട്ടായിരിക്കും അവിടെ പോയി ചിന്തിച്ച് പ്രാർത്ഥിച്ചിട്ട് വരുന്നില്ലേ? എനിക്ക് അപകടങ്ങളൊന്നും വരുത്തരുതേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനസ്സിൽ എന്താണ്? ഹോസ്പിറ്റലിൽ കിടക്കണേ ആണോ അല്ലേ? അങ്ങനെയല്ലേ ആ ഒരു വിഷയം നമുക്ക് പ്രാർത്ഥിക്കാൻ വയ്ക്കുള്ളൂ. അപകടം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വീഴ്ചയുടെ ഒരു സൈൻ നമ്മുടെ മനസ്സിൽ കിടന്ന് ഓടുക. ആണോ അല്ലേ? ആണ്. ഇനി ഇതുപോലെ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന സമയത്ത് പഠിച്ചതൊക്കെ ഓർമ്മ വരണേന്ന് ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കും, ഇല്ലെങ്കിൽ ഒന്നും മറക്കരുതേന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും, ഇല്ലേ? അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭൂരിഭാഗം ആൾക്കാർ മനസ്സിലോടുന്ന ചിന്ത എന്താണ്? ക്ലാസ്സിലിരുന്ന് മറന്ന് മാനത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സീൻസ് ആയിരിക്കും, ഇല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഭഗവാൻ ഇതിലേതായിരിക്കും കേൾക്കുന്നത്? നമ്മൾ പറയുന്ന പ്രാർത്ഥനയാണോ? നമ്മുടെ മനസ്സിലോടുന്ന ചിന്തകളാണോ? ഉത്തരവില്ല. എനിക്കങ്ങനെ പറഞ്ഞുതരാൻ ഉത്തരവൊന്നുമില്ല. കാരണം ഞാൻ വലിയ മതപ്രഭാഷകനോ ഇല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയെ പറ്റിയിട്ട് അത്രയും കൂടുതൽ സംസാരിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ എനിക്കൊരു കാര്യത്തിന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. നമ്മുടെ ഓർഗനൈസേഷനിൽ നിൽക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ പ്രത്യേകത അറിയാമോ? ഏറ്റവും സിംപ്ലസ്റ്റ് രീതിക്ക് നമ്മുടെ സ്പിരിച്വൽ പ്രാക്ടീസസ് എങ്ങനെ ആയിരിക്കണമെന്ന് ഭഗവാൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വേറെ എവിടെ പോയി നോക്ക്, പല പല പ്രതിക്രിയകളും കാര്യങ്ങളായിരിക്കും പഠിപ്പിച്ചത്. ഇതുമല്ല നമുക്കുണ്ടാകും. എന്നിട്ട് നമ്മുടെ ലൈഫ് സ്മൂത്ത് അല്ലേ? എന്തുകൊണ്ട്? ഫോർ മീ, ഇല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് മനസ്സിൻ്റെ കൺട്രോളാണ്. ആ മനസ്സിൻ്റെ കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ. പക്ഷെ എല്ലാവർക്കും മനസ്സിൻ്റെ ആ കൺട്രോൾ കിട്ടുമോ? നമ്മൾ മുനിമാരും വല്ലതും ആണോ? അല്ല. അപ്പം നമുക്ക് എങ്ങനെ മനസ്സിൻ്റെ കൺട്രോൾ കിട്ടും? നിങ്ങൾ ഭജന പാടാതിരിക്കുന്നവരുണ്ടോ? വേദം പറയാതിരിക്കുന്നവരുണ്ടോ? വേദം പറയുന്ന എത്ര പേരുണ്ട് ഇവിടെ? ശരി, ഒരാളുണ്ട്. ഭജന പാടുന്ന എത്ര പേരുണ്ട്? ആരെങ്കിലുമൊക്കെ കാണുമല്ലോ. കുറച്ച് പേരുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ ഭജനയുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കി ഭഗവാനോട് അത്രയും പ്രാർത്ഥിച്ചാണ് നിങ്ങൾ ഭജൻസൊക്കെ പാടുന്നത്. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയണം. ഇതൊന്നും ഒരു തെറ്റല്ല, ഞാൻ ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് പറയാം. അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടാണോ നിങ്ങൾ പാടുന്നത്? ഭജന പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത ആൾ ഏത് ഭജന എന്നായിരിക്കും മനസ്സിൽ പോകുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഭജന അങ്ങോട്ട് എറിക്കുമോ എന്നൊക്കെ ആയിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കണേ, ഇല്ലേ? ആണോ അല്ലേ? അങ്ങനെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ പറയുന്നു, നമ്മൾ സ്പിരിച്വാലിറ്റിയുടെ അറ്റത്ത് എത്തണം, അല്ലെങ്കിൽ ഒരു പോയിന്റ് എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു മൈൻഡിന് കോൺസെൻട്രേഷൻ വേണം. ഭഗവാനിൽ നിന്നാണ് നമ്മൾ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാനോട് കോൺസെൻട്രേഷൻ പോകണം. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കിപ്പോൾ അത് പറ്റുന്നില്ല എന്ന് കരുതുക. അപ്പോൾ നമുക്ക് എങ്ങനെ മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ തലത്തിലോട്ട് നമുക്ക് എത്താം? ഏറ്റവും വലിയ ഒരു എളുപ്പമാർഗം സ്വാമി നമുക്ക് തന്നിട്ടുണ്ട്. എന്താ? സേവനം ചെയ്യുക. അപ്പം നിങ്ങൾ വിചാരിക്കും അതെങ്ങനെയാണ്? ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളിതാ ഇപ്പോൾ സമുദ്ര ഫ്രണ്ടിലോട്ടൊന്ന് ഇറങ്ങാം.
ഓക്കെ, ഒരു നാരായണ സേവ നടത്തുകയാണ്. ഒരുപാട് പേര് ഫുഡ് കഴിക്കാൻ വരികയാണ്. നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ ജോലി ഒരാൾക്ക് ഒരു അച്ചാർ വിളമ്പുന്നതും ഒരാൾക്ക് കുറച്ച് കറികൾ വിളമ്പുന്നതാണ്. നിങ്ങൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയോ അത് വേറെ വല്ല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കും. പറ, ഇല്ലെങ്കിൽ ശരി, വേറെ ഒന്നും ആലോചിക്കണം. ഒരു സമിതി ക്ലീനിങ് ആണ്. ഏണി വെച്ച് നിങ്ങൾ മുകളിലോട്ട് കയറി നിന്ന് ക്ലീൻ ചെയ്യുകയാണ്. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആലോചിക്കാനുള്ള സമയം കാണോ? വേറെ എന്തെങ്കിലും തോട്ട് പോവോ? നിങ്ങൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തില്ലേ നിങ്ങളുടെ ആ ഒരു വർക്ക് ചെയ്യുന്നത്? അതാണ് കോൺസെൻട്രേഷൻ. ആ കോൺസെൻട്രേഷനിലൂടെ നമുക്ക് എന്താവാം, സ്പിരിച്വലിലോട്ട് ഒരു ഉന്നതിയിലെത്താൻ പറ്റും. സോ ഇതുകൊണ്ടാണ് നമുക്ക് സേവ ഓർഗനൈസേഷൻ എന്നുള്ള ഒരു പേര് തന്നെ നമുക്ക് വന്നത്. നമ്മൾ സ്പിരിച്വൽ തലത്തിലോട്ട് എല്ലാവരും എത്തുന്നത് എങ്ങനെയാണ്? ത്രൂ സേവ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് വേണം? സ്പിരിച്വൽ ആയിട്ടുള്ള ബിലീഫ്സ് കാര്യങ്ങളെല്ലാം വേണം. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ ആ മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിംപ്ലസ്റ്റ് വേ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ചെയ്യണം. നമ്മൾ ഇപ്പോഴത്തെ ഒരു ആരോഗ്യം എന്തിനാണ്? നമുക്കിപ്പോഴല്ലേ ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ളത്. ഇപ്പോൾ പലർക്കും പൈസ കാണോ? ഫിനാൻഷ്യലായിട്ടുള്ള ബാക്കപ്സ് ഇപ്പോൾ ഉണ്ടോ? ഇല്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇല്ലെങ്കിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്കിപ്പോൾ എന്താ ഉള്ളത്? എനർജിയാണുള്ളത്. ആ എനർജിയിൽ നമ്മൾ എന്ത് ചെയ്യണം? സർവീസ് ആക്ടിവിറ്റീസ് ചെയ്യാനും ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് എളുപ്പം അതാണ്, നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ആദ്യം വിചാരിക്കും നമുക്ക് സർവീസ് ആക്ടിവിറ്റീസ് പാടല്ലേ, വേറെക്കണം, പണിയെടുക്കണം. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. നമ്മുടെ മനസ്സിലത് ഉറച്ചിരിക്കും. ഓക്കെ, ചെയ്തു നോക്കണേ. ഓക്കെ ആണല്ലോ? ഡൺ. ശരി, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സമയം കുറച്ചധികമായി. അടുത്ത സെഷനും ഇനി ഉള്ളതാണ്. ഞാൻ നേരത്തെ ഒരു 15 മിനിറ്റ് കടം ചോദിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ഇതിലോട്ട് പോവാം. സോ താങ്ക് യു എല്ലാവർക്കും. ഒത്തിരി നന്ദി എന്ന് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങളുടെയും കടമയാണ് എൻ്റെയും കടമയാണ്. ഒരു സെഷൻ ഞാൻ എടുക്കാനും സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനെന്നുള്ളത്. പക്ഷേ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഈ വന്നിട്ടുള്ള എല്ലാ ഇവൻറ്റ്സും അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും വളരെ 100% ജെന്യുവിനോടെ നിങ്ങൾ ചെയ്തു തന്നെ എനിക്ക് വളരെ സന്തോഷം. ആരെങ്കിലും ഒരു 2 പേര്, ജസ്റ്റ് ഒരു 2 പേരൊന്ന് ഫീഡ്ബാക്ക് പറഞ്ഞോട്ടെ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കേട്ടിട്ട് വേണം എന്തെങ്കിലും കറക്ഷൻസ് എനിക്കിനി ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഒന്ന് ക്ലിയർ ആയിട്ട് പറയണം. അല്ല ഓക്കെ, ആർക്കും പറയാം. മൈക്കിൽ പറയണമെന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ മൈക്ക് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം. ഓക്കെ, ആര് വരും? നമ്മൾ ഈ ഓക്കെ, നല്ലൊരു കൈ എടുക്കണം, നല്ലൊരു കൈ എടുക്കണം. കാരണം അധികം പ്രഷറൈസ് ചെയ്യാതെ ഒരാൾ വന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പേര് നന്ദിനി. നല്ല എൻഗേജ് സെഷൻ ആയിരുന്നു. എനിക്ക് ലിറ്ററലി ഞങ്ങൾ NSS ക്യാമ്പാണ് ഓർമ്മ വന്ന ഈ ചാർട്ട് പേപ്പറിൽ ഈ ആക്ടിവിറ്റി ഒക്കെ തന്നപ്പം. കൊള്ളായിരുന്നു. പിള്ളേരൊക്കെ നല്ല എൻഗേജ് ആയിട്ട് ചെയ്തു. അപ്പം അത്രത്തോളം ചേട്ടൻ എഫേർട്ട് ഇട്ടു. സോ കൺഗ്രാജുലേഷൻ. താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ആരെങ്കിലും? സായിര, ഈ കിരൺ ചാണ്ട പ്രോഗ്രാം ഇത് ആദ്യമായിട്ടല്ല അറ്റൻഡ് ചെയ്യുന്നത്. ഇതേ പ്രോഗ്രാം ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴില്ലാത്ത ഒരു അനുഭൂതി ഇപ്പോഴുണ്ടായി, ഒരു ഫീൽ. സെയിം കഥ ഇതിനു മുമ്പ് ചേട്ടൻ ചെങ്ങള്ളൂർ സമിതിയിൽ വെച്ച് യൂത്തിൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേ കിട്ടിയ റിയാക്ഷൻ അല്ല ഇപ്പോഴും കിട്ടിയത്. അതിൻ്റെ ഡിഫറൻസ് എനിക്ക് മനസ്സിലായി. താങ്ക് യു. ചേട്ടാ, എൻ്റെ പേര് റോഷൻ. ചേട്ടൻ്റെ ഈ ടോപ്പിക്കിൻ്റെ പേരുമല്ല, അൺലോക്കിംഗ് ദി പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ പോലെ അത് നമുക്ക് ഒരു സെൽഫ് അസസ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ആ പ്രെയറിൻ്റെ സംഭവം തന്നെ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയോളജി ആ ചേട്ടൻ നമുക്ക് ക്ലിയർ ചെയ്ത് തന്നു. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ ഒരു മെത്തേഡിലല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളത്. അതുപോലെ ഒരു ടീം വർക്കിൻ്റെ ഒരു സംഭവം ചേട്ടൻ ഇവിടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, അതുപോലെ നമുക്ക് പറയേണ്ട ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്ത് തന്നു. അപ്പോൾ നല്ല എൻഗേജിങ് ആയിരുന്നു ടോട്ടലി. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു കാര്യം ഇപ്പോൾ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ നേരത്തെ പറഞ്ഞു പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് വിട്ടുപോയി അല്ലേ? സൈക്കിൾ ഓടിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. പറ, വീഴെഴുതേന്ന് പ്രാർത്ഥിക്കരുത്. വീഴെഴുതേന്ന് പ്രാർത്ഥിച്ചാൽ മനസ്സിലെന്താണ്, നമ്മൾ വീട് കൈയും കാലുമൊക്കെ മുറിഞ്ഞിരിക്കുന്നതാണ്. സേഫായിട്ട് ഓട്ടിക്കണേന്ന് പ്രാർത്ഥിച്ചാൽ പ്രശ്നമല്ലല്ലോ. മനസ്സിൽ നന്നായിട്ട് ഓടിച്ച് ഒരു കിളി കണ്ടുപോകുന്നതായിരിക്കും മനസ്സിൽ വരുന്നത്. അതേപോലെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നന്നായിട്ട് എഴുതാൻ പറ്റണമെന്ന് പ്രാർത്ഥിക്കും. ഓക്കെ.
നമ്മൾ നെഗറ്റിവിറ്റി നമ്മൾ തിരിച്ചു കൊണ്ടുവരല്. നമ്മളിപ്പോൾ വീഴരുതേന്ന് പറയുമ്പോഴും വീഴുന്നതാണ് അവിടുത്തെ ഫസ്റ്റ് കാര്യം. സോ വീഴരുതേന്ന് പറയുന്നതിനേക്കാളും സേഫായിട്ടിരിക്കുക, അത്രയും മതി കേട്ടോ. ശരി. സായിരാം, രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള സെഷനേക്കാളും ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് സെഷനായിരുന്നു. എല്ലാ കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് ഫീഡ്ബാക്കിൽ നിന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഒരു സെഷൻ കൂടിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവരിനോടെല്ലാവരും താങ്ക്സ് പറയണ്ടേ? കുറച്ച് ഒരുമിച്ചിരണം താങ്ക്സ് പറയണ്ടേ? ഓക്കെ. അപ്പോൾ എല്ലാവരും കുറച്ചൊരു സായിരാം പറഞ്ഞ്. ഓക്കെ, പോരാ പോരാ. സായിരാം അതാണ് പവർ. പിന്നെ നമ്മുടെ അടുത്ത സെഷൻ എന്ന് പറയുന്നത് പഞ്ചമൂല്യങ്ങളിൽ അടിസ്ഥാനമാക്കിയുള്ള നാടക പരിശീലനമാണ്. അതിനിവിടെ ഫാക്കൽറ്റി പഞ്ചമൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള റോൾ പ്ലേ ആണ് നമുക്ക് തന്നിരിക്കുന്ന സെഷൻ. ഇത് 1-2 നിർദ്ദേശങ്ങളുള്ളത്. ബാക്കിൽ കിടക്കുന്ന കസേര ഒന്നുകൂടെ പുറോട്ട് വന്നു. കുട്ടികൾക്ക് വേണ്ടി ഉള്ള 3 ടീം ഇവിടെ അവർക്ക് കൊടുത്തിരിക്കുന്ന പ്ലോട്ട് അനുസരിച്ച് സ്കിറ്റ് അവതരിപ്പിക്കുകയാണ്. നമ്മളതിൻ്റെ പോരായ്മകളൊന്നും നമ്മൾ ശ്രദ്ധിക്കരുത്. അവർക്ക് ഒരു സഭാകമ്പം മാറുക. കാരണം നാളത്തെ ലീഡേഴ്സാണ് നമ്മളെല്ലാം. അതിലേക്ക് മൺമറയുമ്പോൾ ഇവരാണ് ഇവിടുത്തെ സമിതിയുടെ ലീഡേഴ്സ്. അപ്പോൾ അവർക്ക് സഭാകമ്പം മാറണം, സ്റ്റേജിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം. അതോടൊപ്പം ഒരു സ്കിറ്റ് സ്വന്തമായി ചെയ്യുവാനുള്ള ഒരു ആത്മവിശ്വാസം കൊച്ചിലെ കൊടുക്കണം. ഇതൊക്കെയാണ് ഈ സ്കിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 മിടുക്കന്മാരേ ഉള്ളൂ. അവരാൽ കഴിയുന്ന രീതിയിൽ ഒരു സ്കിറ്റ് അവരെ ഐഡിയ ഇട്ടുണ്ട്. അങ്ങനെയാണ് വരെ നമ്മൾ പറഞ്ഞു കൊടുത്തത്. അതേപോലെ തന്നെ നമ്മുടെ കൊച്ചു അനിയത്തിമാർ അവരും ഇതേപോലെ 2 ടീമായിട്ട് വളരെ നല്ല രീതിയിലുള്ള സ്കിറ്റ് നമ്മൾ തന്നെ അനുഭവപ്പെട്ടു. അതാണ് ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ സ്കിറ്റ് അവതരിപ്പിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിനകത്ത് ഒരു ഐഡിയ കാണില്ല. സ്വാമിയാണ് അത് ചെയ്യിച്ചത്, സ്വാമിയാണ് ഡയറക്റ്റ് ചെയ്തത്. ഒരിക്കലും സ്വാമിയുടെ അടുത്ത് ഒരു നാടകം അവതരിപ്പിക്കാൻ വന്ന സമയത്ത് ആ ടീം ലണ്ടനിൽ നിന്നാണ് വന്നത്. അവർ വന്ന് നാടകം ഭംഗിയായി വിജയിപ്പിച്ചു. സ്വാമി നേരെ ഗ്രീൻ റൂമിൽ ചെന്നു, എല്ലാവരെയും അനുഗ്രഹിച്ചു, എല്ലാവർക്കും വിഭൂതി സൃഷ്ടിച്ചു കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് സ്വാമി അവിടെ നിന്നൊരു കാര്യം ചോദിച്ചു, ഇതിൻ്റെ ഡയറക്ടർ ആരാണ്? അപ്പോൾ ഒരാൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സന്തോഷം കാണും. ഒരാൾ വന്ന് പറഞ്ഞു, ഐ ആം ദ ഡയറക്ടർ. നോ, യു ആർ നോട്ട് ദ ഡയറക്ടർ, ഐ ആം ദ ഡയറക്ടർ. ഞാനാണ് ഈ നാടകം ഇവിടെ സംവിധാനം ചെയ്തത്. അപ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഓരോ നല്ല മുഹൂർത്തങ്ങളും മോശമായ മുഹൂർത്തങ്ങളും എല്ലാം നമ്മളെ ചരടുവലിക്കുന്നത്, നമ്മളാകുന്ന പാവയെ ചരടുവലിക്കുന്നത് ഏറ്റവും വലിയ ഡയറക്ടറായ ഭഗവാനാണ്. അപ്പോൾ കുട്ടികൾക്കും അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് സ്കിറ്റ് അവതരിപ്പിക്കുന്നത്. എല്ലാവരുടെയും നിറഞ്ഞ അനുഗ്രഹം, നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം, നിങ്ങളുടെ എല്ലാ ഉള്ളിൽ സ്വാമിയുണ്ട്. ആ അനുഗ്രഹം കുട്ടികൾക്ക് നൽകുക. അവർക്ക് വീണ്ടും വീണ്ടും ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള അവസരം ലഭിക്കട്ടെ. ആദ്യത്തെ ടീമായിട്ട് വിളിക്കുന്നത് റെഡി, ലിറ്റിൽ ഫ്ലവേഴ്സ് റെഡിയായി. അവരുടെ ടെൻഷൻ നേരത്തെ ഈ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ ടീം ലിറ്റിൽ ഫ്ലവേഴ്സ്. ലിറ്റിൽ ഫ്ലവേഴ്സിലെ കൊച്ചു കലാകാരികളെ നാടകം അവതരിപ്പിക്കുന്നതിനായി സ്റ്റേജിലേക്ക് നല്ലൊരു കൈയടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. ഓം ശ്രീ സായിരാം. സ്വാമിയുടെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ നാടകം അവതരിപ്പിക്കാൻ പോവുകയാണ്. ഈ നാടകത്തിൽ
നമ്മുടെ സ്കിറ്റിൻ്റെ പേര് ലവോൾ സെർവോൾ എന്നാണ്. ഈ സ്കിറ്റിൽ ഉള്ള അവതരിപ്പിക്കാൻ പോകുന്ന ആൾക്കാർ മൃദുല, ഇനിയ, സൗവർണിക, മിഥില, ഗായത്രി, അഖില. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. അവിടെ